ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ 1541 വർഷത്തിലെ തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വതനിരകളിലേക്ക് പോകുന്നു. സ്വർണത്തിനും മഹത്വത്തിനും വേണ്ടിയുള്ള ഒരു തീവ്രമായ അന്വേഷണം ആരംഭിക്കുകയാണ്. ഇന്നത്തെ ആധുനിക ഇക്വഡോറിലാണ് നമ്മൾ. അന്ന് സ്പാനിഷ് ജേതാക്കൾക്ക് മാത്രമേ അതൊരു വന്യവും കീഴടക്കപ്പെടാത്തതുമായ ദേശമായി അറിയപ്പെട്ടിരുന്നുള്ളൂ. ഇന്നത്തെ കഥയുടെ കാതൽ ഫ്രാൻസിസ്കോ ഡി ഉറല്യാന എന്ന വ്യക്തിയാണ്. മാസങ്ങളായി കണ്ണാടി കാണാത്ത ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള താടിയും മുടിയുമുള്ള ധീരനായ സ്പാനിഷ്കാരൻ. സാധാരണ വാൾ വീശുന്ന ജേതാവ് മാത്രമല്ല അദ്ദേഹം. ആമസോൺ നദിയുടെ മുഴുവൻ നീളവും സഞ്ചരിക്കുന്ന ആദ്യത്തെ യൂറോപ്യനാകാൻ പോകുന്ന ആളാണദ്ദേഹം. 4000 മൈലിലധികം വളഞ്ഞുപുളഞ്ഞ മാരകമായ ജലപാത ഇടതൂർന്ന കാട്ടിലൂടെ സഞ്ചരിച്ച ആളാണദ്ദേഹം. സ്പെയിനിലെ എക്സ്ട്രീമദുരയിൽ നിന്നുള്ളയാളാണ് ഒറല്യാന. സാമാന്യ ബുദ്ധിയേക്കാൾ കൂടുതൽ ധൈര്യത്തോടെ പര്യവേക്ഷകരെ കയറ്റുമതി ചെയ്യുന്നതിന് പേരുകേട്ട ഒരു പ്രദേശം. സ്പാനിഷ് മദ്യശാലകളിലും രാജകീയ കൊട്ടാരങ്ങളിലും സംസാര വിഷയമായ സ്വർണ്ണ നഗരമായ എൽ ഡൊറാഡോയെ തേടി അദ്ദേഹം പുറപ്പെടുമ്പോൾ അയാൾ കണ്ടെത്തുന്നത് വളരെ അപകടകരമായ മറ്റൊന്നാണ്. അതിജീവനത്തിൻ്റെയും വിശ്വാസവഞ്ചനയുടെയും കണ്ടെത്തലുകളുടെയും പട്ടിണിയുടെയും വിഷം കലർന്ന അമ്പുകളുടെയും പുരാണ വനിതാ യോദ്ധാക്കളുടെയും കഥ നിങ്ങൾ കേൾക്കാൻ പോകുകയാണ്. സത്യസന്ധമായി പറഞ്ഞാൽ GPS-ഉം കൊതുക് സ്പ്രേയും ഉപയോഗിച്ചു പോലും നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയാത്തത്ര അസാധ്യമായൊരു യാത്ര. അതിനാൽ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാൻ ഒരു നിമിഷമെടുത്ത് സ്ലംബർ സാഗ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഞാനിവിടെ ചെയ്യുന്നത് നിങ്ങൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ മാത്രം. നിങ്ങൾ എവിടെ നിന്നാണ് കേൾക്കുന്നതെന്നും അതെപ്പോഴാണെന്നും അഭിപ്രായങ്ങളിൽ എന്നെ അറിയിക്കുക. ഈ ഉറക്കമില്ലാത്ത യാത്ര എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ലൈറ്റുകൾ മങ്ങുക. ആ മൃദുവായ പശ്ചാത്തല ശബ്ദത്തിനായി ഒരു ഫാൻ ഓണാക്കുക. നമുക്ക് ഒരുമിച്ച് ഈ രാത്രിയുടെ യാത്രയിലേക്ക് പോകാം. ചൂട് അസഹനീയമാണ്. നിങ്ങളുടെ അസ്ഥികളിലേക്ക് തുളച്ചു കയറുന്ന തരത്തിലുള്ള ചൂട്. ആൻഡിയൻ കാടിൻ്റെ ഉയർന്ന ഭാഗത്ത് ചെളിയിലൂടെ ഒരു കൂട്ടം സ്പാനിഷ് പര്യവേക്ഷകർ അലഞ്ഞു നടക്കുന്നു. അവരുടെ കവചം തുരുമ്പെടുക്കുന്നു. അവരുടെ കുതിരകൾ മരിക്കുന്നു. ഓരോ കൊതുകുകടിയാലും ചുരുങ്ങുന്ന സ്വർണ്ണ നഗരങ്ങളെക്കുറിച്ചുള്ള അവരുടെ സ്വപ്നങ്ങൾ തേടിയുള്ള യാത്ര. ഈ നാശകരമായ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് ഇങ്ക സാമ്രാജ്യത്തിൻ്റെ ജേതാവായ കുപ്രസിദ്ധ ഫ്രാൻസിസ്കോ പിസാറോയുടെ സഹോദരൻ ഗൊൺസാലോ പിസാറോയാണ്. ഗൊൺസാലോയാണ് ചുമതല വഹിക്കുന്നത്. പക്ഷേ നമ്മുടെ നായകൻ ഫ്രാൻസിസ്കോ ഡി ഒറേലാന നിശബ്ദമായ അരികിൽ നിന്ന് എല്ലാം വീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സമയം വരുമ്പോൾ ചരിത്രത്തിൻ്റെ ഗതി മാറ്റാൻ തയ്യാറായിക്കൊണ്ട്. സ്പാനിഷ് കിരീടാവകാശി പിസാറോകൾക്ക് വളരെ വ്യക്തമായ, തീരെ യാഥാർത്ഥ്യബോധമില്ലാത്ത ഒരു നിർദ്ദേശം നൽകിയിരുന്നു. കിഴക്കോട്ട് പോകുക, എൽ ഡൊറാഡോയെ കണ്ടെത്തുക, സമ്പത്തുമായി മടങ്ങിവരിക. കണ്ണടച്ച് കാട്ടിലേക്ക് ചാടി യൂണിക്കോൺ പല്ലുകൾ നിറഞ്ഞ ഒരു നിധിപ്പെട്ടിയുമായി മടങ്ങിവരാൻ പറഞ്ഞതുപോലെയാണിത്. 220-ലധികം സ്പാനിഷ് ആളുകളും ആയിരക്കണക്കിന് തദ്ദേശീയ ചുമട്ടുതൊഴിലാളികളും അടിമകളുമായുമാണ് അവരാരംഭിക്കുന്നത്. സാധനങ്ങൾ, കുതിരകൾ, പീരങ്കികൾ എന്നിവ ഭൂപ്രദേശങ്ങളിലൂടെ വലിച്ചിരച്ചുള്ള ഒരു ദുർഘടമായ യാത്ര. റോഡുകളില്ല. വള്ളികൾ, പാറക്കെട്ടുകൾ, പ്രാണികൾ, വശങ്ങളിലേക്ക് പെയ്യുന്ന മഴ. ഭക്ഷണം ചീഞ്ഞഴുകുന്നു. കാലുകൾ ചീഞ്ഞഴുകുന്നു. കോപം ചീഞ്ഞഴുകുന്നു. നാപ്പോ നദിയുടെ അരികിലെത്തുമ്പോഴേക്കും പര്യവേഷണത്തിൻ്റെ ഭൂരിഭാഗം ആളുകളും അസ്ഥികൂടങ്ങളായി മാറുന്നതിൻ്റെ പകുതി ദൂരം പിന്നിട്ടിരിക്കുന്നു. ഇവിടെ നദിയുടെ ചെളി നിറഞ്ഞ തീരങ്ങളിൽ പിസാറോ നിരാശയുടെ ഒരു ആഹ്വാനം നടത്തുന്നു. അവർക്ക് ഭക്ഷണം ആവശ്യമാണ്. നദി കിഴക്കോട്ട് കാട്ടിലേക്ക് കൂടുതൽ ആഴത്തിൽ ഒഴുകുന്നു. പക്ഷേ അതൊരു ഗ്രാമത്തിലേക്കോ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലേക്കോ നയിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഒറൈലാനയിലേക്ക് തിരിയുന്നു. ഒരു ബോട്ടെടുക്കുക, 50 പേരെ കൂട്ടി നദിയെ പിന്തുടരുക, 2 ആഴ്ചയ്ക്കുള്ളിൽ സാധനങ്ങൾ തിരികെ കൊണ്ടുവരിക. ലളിതം, അദ്ദേഹം പറയുന്നു. വിശ്വസ്തനായ 2ാം കമാൻഡറായ ഒറൈലാന അത് സമ്മതിക്കുന്നു. പക്ഷേ വിഡ്ഢിയല്ല. എന്നാൽ ആ ഇടുങ്ങിയതും ശബ്ദമുണ്ടാക്കുന്നതുമായ ചങ്ങാടത്തിൽ കാലുകുട്ടി കിഴക്കോട്ടൊഴുകാൻ തുടങ്ങുമ്പോൾ ഈർപ്പമുള്ള വായുവിലൊരു നിശബ്ദമായ നാശബോധം നിറയുന്നു. കാരണം ആ നദീജലപ്രവാഹം പിടിച്ചു കഴിഞ്ഞാൽ പിന്നോട്ടു പോകാനാവില്ല. നദി ഒരു വഴിയിലൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ, അജ്ഞാതത്തിലേക്ക്. ഉറയലാന തുടക്കത്തിൽ മുതൽ പിസാറോയെ ഉപേക്ഷിക്കാൻ ഉദ്ദേശിച്ചിരുന്നു എന്ന് ചരിത്രകാരന്മാർക്ക് ഇപ്പോഴും സംശയമുണ്ട്. ചിലർ പറയുന്നത് അതൊരു കലാപമായിരുന്നു എന്നാണ്. മറ്റു ചിലർ വാദിക്കുന്നത് നദിയുടെ വേഗതയും തൻ്റെ ആളുകളുടെ പട്ടിണിയും മൂലമാണ് അദ്ദേഹം നിർബന്ധിതനായത് എന്നാണ്. എന്തായാലും
ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം വളരെ ദൂരെ എത്തിക്കഴിഞ്ഞു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ 50 കൂട്ടാളികളും ഇപ്പോൾ ആമസോൺ തടത്തിന്റെ തടവുകാരാണ്. എന്നിരുന്നാലും ഇപ്പോഴാരും അതിനെ അങ്ങനെ വിളിച്ചിട്ടില്ല. ഭൂപടം ശൂന്യമാണ്. കാടവരെ മുഴുവനായും വിഴുങ്ങുന്നു. നദി ചിലപ്പോൾ നിശബ്ദമാണ്. വിശാലമായ കണ്ണാടി പോലെയും അവരെ വിശ്വസിക്കാൻ ധൈര്യപ്പെടുന്നതുപോലെയും. മറ്റു ചിലപ്പോൾ അത് അലറുന്നു. അദൃശ്യമായ പാറകളിൽ ബോട്ടിടിക്കുകയോ നഖങ്ങൾ പോലെ ചാരി നിൽക്കുന്ന മരങ്ങളിൽ കുടുങ്ങുകയോ ചെയ്യുന്നു. പകൽ നേരത്തവർ കത്തുന്ന സൂര്യനെ അഭിമുഖീകരിക്കുന്നു. രാത്രിയിൽ ഇരുട്ടിൽ പ്രാണികൾ അവരുടെ മുകളിലൂടെ ഇഴയുന്നു. ചെറിയ ഷൂസിന്റെ വലിപ്പമുള്ള പ്രാണികൾ, ഹിപ്നോട്ടിക് കണ്ണുകളുള്ള പാമ്പുകൾ, ഉറക്കം അസാധ്യമാക്കുന്ന മൃഗങ്ങളുടെ ശബ്ദങ്ങളുടെ ഒരു നിരന്തരമായ ഓർക്കസ്ട്ര. ഒരാൾ മരങ്ങളിൽ ശബ്ദങ്ങൾ കേൾക്കുന്നതായി അവകാശപ്പെടുന്നു. കിരീടം ധരിച്ച ഒരു ജാഗ്വാറിനെ കണ്ടതായി മറ്റൊരാൾ സത്യം ചെയ്യുന്നു. ഉറക്കം നഷ്ടപ്പെട്ട് മജ്ജ വരെ നരഞ്ഞുകിടക്കുന്ന ആളുകൾ മുഷിയാൻ തുടങ്ങുന്നു. എന്നിട്ടും ഒറേലാന മുന്നോട്ടു പോകുന്നു. അവനിൽ എന്തോ ഒന്നുണ്ട്, ഒരു ശാഠ്യകാരനായ ഏതാണ്ട് മണ്ടൻ ധൈര്യം. അവൻ ഭൂപടങ്ങൾ വരയ്ക്കാൻ തുടങ്ങുന്നു. ജേണലുകളിൽ എഴുതുന്നു. ഗോത്രങ്ങൾ, ഭൂപ്രദേശങ്ങൾ, നക്ഷത്രങ്ങൾ എന്നിവയെക്കുറിച്ച് കുറിപ്പുകൾ എടുക്കുന്നു. അവൻ വഴിതെറ്റിപ്പോയേക്കാം, പക്ഷേ അവൻ അതിൻ്റെ ഓരോ ഇഞ്ചും രേഖപ്പെടുത്തുന്നു. അവൻ രേഖപ്പെടുത്തുന്ന ഏറ്റവും സവിശേഷമായ വിശദാംശങ്ങളിലൊന്ന് നദിയുടെ വേലിയേറ്റങ്ങളാണ്. അതെ, ഇത്രയും അകലെ അത് അർത്ഥശൂന്യമാണ്. അദ്ദേഹം അതിശയോക്തിപരമായിരിക്കുകയാണോ അതോ ഒരു അപൂർവം ആമസോണിയൻ വേലിയേറ്റ പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കുകയാണോ എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു നിയമവും അനുസരിക്കാത്ത ഒരു സ്ഥലത്ത് ഇത് മറ്റൊരു വിചിത്ര സത്യമാണ്. നദിയുടെ മറ്റേ തലയ്ക്കൽ പിസാറോ പട്ടിണി കിടക്കുന്നു. കോപാകുലനാണ്. ഒടുവിൽ അയാൾ ആ യാത്രയുമീക്ഷിച്ച് ക്വിറ്റോയിലേക്ക് മടങ്ങുന്നു. വെറും കൈയോടെ. അവൻ്റെ പര്യവേക്ഷണം ഒരു പൂർണ്ണ പരാജയം. ഒറെല്ലാനെയോ അവനിപ്പോൾ ആരംഭിക്കുകയാണ്. ഇതുവരെ അവർ സ്വർണമോ നഗരങ്ങളോ കണ്ടിട്ടില്ല. അനന്തമായ പച്ചപ്പും വിശ്വാസത്തിനപ്പുറം നീണ്ടു നിൽക്കുന്ന ഒരു നദിയും മാത്രം. എന്നിട്ടും ഒറെല്ലാന തിരിഞ്ഞു നോക്കാൻ വിസമ്മതിക്കുന്നു. മരിക്കാൻ പോവുകയാണെങ്കിലും അവൻ മുന്നോട്ടു പോകുന്നു. അവൻ അതിജീവിച്ചാൽ അവൻ എന്നേക്കുമായി ഓർമ്മിക്കപ്പെടുമെന്ന് അവനറിയാം. അല്ലെങ്കിൽ അവൻ ഈ ഭൂമിയിൽ ഇനിയുണ്ടാകില്ല. കാടിന് രാവിലെ ഉണരേണ്ടതില്ല. അതിതിനകം സജീവമാണ്, എപ്പോഴും ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സൂര്യൻ്റെ പച്ച നിറമുള്ള കാനോപ്പിയുടെ മീതെ ഉയർന്നു വരുമ്പോൾ വെള്ളത്തിൽ പ്രകാശം മിന്നുന്നു. അന്നേരം ഒറേലാനയുടെ പഴയ കപ്പലിലിരുന്നുള്ള പുരുഷന്മാർ അത് കണ്ട് അഭിമാനിക്കുന്നതിനു പകരം അവർക്ക് ഭയമാണ്. ഈ നദി വളരെ വിശാലമാണ്, വളരെ ശക്തമാണ്, വളരെ നിശബ്ദമാണ്. ചില പ്രഭാതങ്ങളിൽ, ചില കാലത്ത് രാവിലെ നദിയുടെ ഉപരിതലത്ത് മഞ്ഞടിഞ്ഞിക്കിടക്കുമ്പോൾ മുന്നിലേക്ക് കുറേ അടി കാണാൻ പോലും കഴിയില്ല. ഇരുവശത്തും മരങ്ങൾ വളഞ്ഞ് നദിയിലേക്ക് ചാഞ്ഞിരിക്കുന്നത് പോലെ തോന്നും. അവ എന്തെങ്കിലും കേൾക്കാൻ ശ്രമിക്കുന്നവയെപ്പോലെ. പൂർണ്ണമായ ശാന്തത ഇവിടെ ഇല്ലെങ്കിലും ഇടയ്ക്ക് മുഴങ്ങുന്നു, ചിലയ്ക്കുന്നു, ഒടിഞ്ഞു വീഴുന്നു. പക്ഷേ അത് ശൂന്യമായി തോന്നുന്നു. ഒരിടത്തും നഗരങ്ങളില്ല, ഭക്ഷണമില്ല. പൊന്നും വെറും ഈ അനന്തമായ നദി മാത്രം. കിഴക്കോട്ട് ചുരുങ്ങിയ വേഗത്തിൽ തിരിഞ്ഞുകൊണ്ടുപോകുന്നത് സമയം തന്നെ മാറിപ്പോകുന്നത് പോലെ ഒരു തോന്നൽ സൃഷ്ടിക്കുന്നു. ഒറേലാന കപ്പലിൻ്റെ മേൽക്കൂരയിൽ കുടുങ്ങിയ ഒരാളെപ്പോലെ ബോട്ടിൽ സഞ്ചരിക്കുന്നു. കപ്പലിൽ വിഭവങ്ങൾ അത്യന്തം കുറവാണ്. 50 പേർക്ക് 2 ആഴ്ചയ്ക്കുള്ള ഭക്ഷണം വേണം. പക്ഷേ അത് പകുതി പേർക്കേ ഉണ്ടാവുകയുള്ളൂ. കാരണം ഇനിയവർ ചോറുമാവും പഴകിയ മാവും കായ്കളും കൈകൊണ്ട് പിടിക്കുന്ന മത്സ്യങ്ങളുമാണ് കഴിക്കുന്നത്. ഒരാൾ അറിയാതെ നദിയിലെ വെള്ളം കുടിച്ചു. പുലർച്ചയോടെ അയാൾ മരിച്ചു. മറ്റൊരാൾ ഒരു ടാപ്പറിനെ വേട്ടയാടാൻ ശ്രമിക്കുകയും മണലിൽ വീഴുകയും ചെയ്യുന്നു. 2 ദിവസത്തിന് ശേഷം ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ അവശിഷ്ടം മാത്രമേ അവർക്ക് കണ്ടെത്താനായുള്ളൂ. ഇതാണ് ആ സന്ദർഭം. യാത്ര വെറുമൊരു വെല്ലുവിളി അല്ലാതെ ശപിച്ച ഒരു ദുഷ്കർമ്മമായി മാറുന്ന നിമിഷം. എങ്കിലും ഒറേലാനെ മുൻപോട്ട് പോകാൻ ഉറച്ചു നിൽക്കുന്നു. അവൻ കൂടുതൽ കർക്കശനാകുന്നു, കൂടുതൽ ദൃഢനായി മാറുന്നു. ഭക്ഷണം തേടി എല്ലാ ചെറിയ ദ്വീപുകളിലും നദീതീരങ്ങളിലും നിർത്താൻ അദ്ദേഹം ആളുകളെ കൽപ്പിക്കുന്നു. ചിലപ്പോഴവർ കാട്ടുവാഴകൾ, മരച്ചീനി വേരുകൾ അല്ലെങ്കിൽ ചില വിചിത്ര പക്ഷികളെ പോലും കണ്ടെത്തുന്നു. മറ്റു ചിലപ്പോഴവർക്കൊന്നും കണ്ടെത്താനാവില്ല. ഒരിക്കൽ അവർ വിശ്രമിക്കാൻ ഒരു ചെളി നിറഞ്ഞ തീരത്തിറങ്ങുന്നു. പക്ഷേ അമ്പുകളുടെ ഒരു കൂട്ടം പതിഞ്ഞിരുന്ന് അവരെ ആക്രമിക്കുന്നു. ആക്രമണകാരികൾ കാണാത്തവരും പിടിക്കാൻ കഴിയാത്തവരുമായ തുരങ്കങ്ങളിലേക്ക് ഓടിപ്പോകുന്നു. കാടിൻ്റെ നേതാക്കളായ തദ്ദേശ ഗോത്രങ്ങളെക്കുറിച്ചുള്ള അവരുടെ ആമുഖമാണിത്. തുരുമ്പിച്ച മെയിലിലും മതപരമായ ആവേശത്തിലും പൊതിഞ്ഞ സ്പാനിഷുകാർക്ക് അവിടേക്ക് സ്വാഗതമില്ല. ഒറേലാന കപ്പലിൻ്റെ മേൽക്കുരയിലിരുന്ന് ആളുകളെ പിന്തുടരുന്നു.
കപ്പലിൽ വിഭവങ്ങൾ അത്യന്തം കുറവാണ്. ഒറേലാന മച്ചിപാരോസ് എന്നറിയപ്പെടുന്ന ഗോത്രത്തിൻ്റെ പ്രതിനിധികളെ കപ്പലിലേക്ക് അയക്കുന്നു. ഭാഷാപരിഭാഷകർ സംഘത്തിനോടൊപ്പമുണ്ട്. ഇപ്പോൾ അവർ ഒറേലാനയെ വിശ്വസ്തതയും ഭയവും കലർന്ന രീതിയിൽ കാണുന്നു. മച്ചിപ്പാറോകൾ സ്പെയിൻകാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു: പിന്തിരിയുക, അല്ലെങ്കിൽ മോശമായി നേരിടുക. എന്നാൽ പിന്തിരിയുക ഇനിയൊരു ഓപ്ഷനല്ല. ഈ ആദ്യകാല നദീ ഏറ്റുമുട്ടലുകൾ യഥാർത്ഥത്തിൽ ശത്രുതയുള്ളതായിരുന്നോ, അത് ഒറേലാനയുടെ ആളുകൾ നിരാശയും ഭ്രാന്തും കാരണം അക്രമത്തിന് പ്രേരിപ്പിച്ചോ എന്നറിയില്ല. പിൽക്കാല അതിക്രമങ്ങളെ ന്യായീകരിക്കാൻ സ്പെയിൻകാർ തദ്ദേശീയ ആക്രമണത്തെ പെരുപ്പിച്ചു കാണിച്ചുവെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. മറ്റുള്ളവർ വിശ്വസിക്കുന്നത് അവർ തങ്ങളുടെ ഭൂമി സംരക്ഷിക്കുന്ന ഗോത്രങ്ങളെ കണ്ടുമുട്ടിയതേയുള്ളൂ എന്നാണ്. എന്തായാലും കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു. കലാപത്തെക്കുറിച്ച് സംഘം മന്ത്രിക്കാൻ തുടങ്ങുന്നു. ഒറേലാന തങ്ങളെ ഒരു മരണക്കെണിയിലേക്ക് നയിച്ചതായി അവർ ആരോപിക്കുന്നു. എല്ലാത്തിനുമുപരി കുറച്ചു ഭക്ഷണം കൊണ്ടുവരാനല്ലേ നമ്മൾ പോയത്, പിന്നെ ഇതെന്താണ് മരണത്തിനുള്ള കുഴിയിൽ കയറ്റിയത് എന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു വൈകുന്നേരം കൊതുകുകൾ അവരുടെ രാത്രി ആക്രമണം തുടങ്ങുകയും കിഴക്ക് നിന്നൊരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയും ചെയ്യുമ്പോൾ ഒറേലാന ഡെക്കിൽ ഒരു യോഗം വിളിക്കുന്നു. അവൻ മൃദുവായി സംസാരിക്കുന്നു. നയിക്കേണ്ട ഒരു മനുഷ്യനേക്കാൾ വളരെ മൃദുവായിരിക്കാം, പക്ഷേ വിചിത്രമായ വ്യക്തതയോടെ. നമുക്ക് മുന്നോട്ടു പോകാം എന്ന് ഒറേലാന പറഞ്ഞു. ഈ നദിക്കൊരു അവസാനമുണ്ടെങ്കിൽ അതുവരെ പിന്തുടരാം. ആർപ്പുവിളികളുമില്ല, ദേഷ്യത്തോടെയുള്ള എതിർപ്പുകളുമില്ല, തണുത്തതും നിശബ്ദവുമായൊരു സ്വീകാര്യത മാത്രം. അവർക്ക് മറ്റെന്താണ് ചെയ്യാൻ കഴിയുക? അങ്ങനെ നദി അവരെ കൊണ്ടുപോകുന്നു. നദി ഇപ്പോൾ അവരുടെ കീഴടങ്ങലിനെ അംഗീകരിക്കുന്നത് പോലെ ഒഴുക്ക് വേഗത്തിൽ വളരുന്നു. അത് പാറക്കെട്ടുകളിലൂടെയും ഇടതൂർന്ന കാടുകളിലൂടെയും കടന്നുപോകുന്നു. സ്ഥലത്തൊഴുകുന്നത് പോലെ തോന്നുന്ന ദ്വീപുകളെ വിഭജിക്കുന്നു. ഭീമാകാരമായ കറുത്ത കൈമാന്മാർ, ആമസോണിയൻ മുതലകൾ ബോട്ടിനരികിൽ നിശബ്ദമായി പൊങ്ങിക്കിടക്കുന്നു. അവ കണ്ണിമ്മ ചിമ്മുന്നില്ല, അവ അനങ്ങുന്നില്ല, അവ വെറുതെ നോക്കുന്നു. നദിയുടെ ഭയാനകമായൊരു ഭാഗത്ത് പുരുഷന്മാർ സ്വയം നീങ്ങുന്നതുപോലെ തോന്നുന്ന പൊങ്ങിക്കിടക്കുന്ന ഒരു മരക്കഷ്ണം കണ്ടുമുട്ടുന്നു. ഒരു പട്ടാളക്കാരൻ ഒരു തുഴയുപയോഗിച്ചൊന്ന് കുത്തുന്നു. അത് ചീറിപ്പായുന്നു. അതൊരു മരക്കഷ്ണമല്ല, ഒരു അനക്കോണ്ടയായിരുന്നു. അത് കപ്പലിനേക്കാൾ നീളവും ഒരു മനുഷ്യൻ്റെ ശരീരത്തേക്കാൾ വലിപ്പവുമുള്ള. അത് താഴേക്ക് വഴുകിപ്പോയി അപ്രത്യക്ഷമായി. ആ രാത്രി ഒരാളും ഒരു വാക്കുപോലും സംസാരിച്ചില്ല. ഒറേലാന എഴുതുകയാണ്. അവൻ്റെ ജേണൽ ഇപ്പോൾ യാഥാർത്ഥ്യവും വിചിത്ര ചിന്തകളും നിറഞ്ഞൊരു കലവറയായി മാറിയിരിക്കുന്നു. ഇരട്ടിൽ കിളങ്ങുന്ന സസ്യങ്ങൾ, മരങ്ങളിൽ കയറുന്ന മത്സ്യങ്ങൾ, സാധാരണയായി ആർച്ചർ ഫിഷ് അല്ലെങ്കിൽ മഡ്സ്കിപ്പേഴ്സ് എന്നായിരിക്കും. എന്നിരുന്നാലും അവയുടെ പേരുകൾ അദ്ദേഹത്തിന് അറിയില്ല. മുറിക്കുമ്പോൾ ചുവന്ന നിറത്തിൽ രക്തം വരുന്ന വള്ളികളെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നു. ഒരു പേജിൽ ഒരു മനുഷ്യനെ വളരെ വിഷമുള്ള ഒരു പ്രാണി കുത്തിയതായി വിവരിക്കുന്നു. അവൻ 3 ദിവസം പിശാച് പോലെ അലറി. അത് ബുള്ളറ്റ് ഉറുമ്പായിരുന്നോ? പക്ഷേ ആവാം. അല്ലെങ്കിൽ പക്ഷേ കാട് അവർക്ക് വേണ്ടി പുതിയ ഭീകരതകൾ കണ്ടുപിടിക്കുകയായിരിക്കാം. അവർ വീണ്ടും കാട്ടിൽ നിന്നുള്ള തടികൾ കൊണ്ട് മറ്റൊരു ചങ്ങാട നിർമ്മിച്ചു. അത് മുഖ്യ കപ്പലായ ബ്രിഗൻഡിനോട് കെട്ടിപ്പടുത്തി. ഒരു ചെറിയ കപ്പൽ പടയുണ്ടാക്കി. അതിന് പേരിട്ടത് ഡെസസ്പിറേഷൻ എന്നായിരുന്നു. നിരാശ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ അവരുടെ ബൂട്ടുകൾ അഴുകാൻ തുടങ്ങിയിരിക്കുന്നു. അവരുടെ കവചം മിക്കവാറും ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവയൊക്കെ ഈ ചൂടിന് വളരെ ഭാരമുള്ളതാണ്. അവർ പഴംതുണി ധരിക്കുന്നു, നനഞ്ഞ പലകകളിൽ ഉറങ്ങുന്നു. കുടുംബത്തേക്കാൾ കൂടുതൽ ഭക്ഷണം സ്വപ്നം കാണുന്നു. പിന്നെ ഏതാണ്ട് അത്ഭുതകരമായി അവർ ഒരു ഗ്രാമത്തിലെത്തുന്നു. ഇത് ശാന്തമാണ്. ജലരേഖയ്ക്ക് മുകളിൽ ഭീമുകളിൽ ഉണക്കമീൻ കൊട്ടകൾ തൂങ്ങിക്കിടക്കുന്നു. ആളുകൾ ജാഗ്രത പാലിക്കുന്നു, പക്ഷേ ശത്രുത പുലർത്തുന്നില്ല. അവർ മാനിയോക്ക് അഥവാ മരച്ചീനിയും പുക കൊണ്ടുണ്ടാക്കിയ മാംസവും കൂടാതെ താഴേക്ക് പോകുന്ന വഴികളെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നു. കഴിഞ്ഞ ആഴ്ചകളിലായി സംഘം സ്വീകരിച്ച ആദ്യമായി കാണുന്ന സ്നേഹപൂർവമായ സമീപനമിതായിരുന്നു. ഒറേലാന മറ്റു ഗോത്രങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. ഒരു വയോധികൻ ചുവപ്പ് നിറം പൂശിയ മുഖങ്ങളുമായി താഴ്ന്ന നദീതീരത്തെ കാത്തുസൂക്ഷിക്കുന്ന യോദ്ധാക്കളെക്കുറിച്ച് പറയുന്നു. മറ്റൊരാൾ പറയുന്നു, ഉയരം കൂടിയ ഉഗ്രരായ സ്ത്രീകൾ. അവർ പുരുഷന്മാരോടൊപ്പം അല്ലെങ്കിൽ തങ്ങളായി മാത്രമായി പൊരുതുന്നവരാണ്. അവരുടെ വാസസ്ഥലം ഈ ഗ്രാമത്തിൽ നിന്ന് കുറെ കൂടി മേലോട്ടാണ്, ഒരു കാടില്ലാത്ത വളവിൻ്റെ മറുവശത്ത്. ഒറേലാനയുടെ ചെവികൾ ഉന്മേഷഭരിതമാണ്. സ്ത്രീകൾ, യോദ്ധാക്കളോ? ആ രാത്രിയിലെ അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പ് വിചിത്രവും ഭക്തിനിർഭരവുമാണ്. അദ്ദേഹം അവരെ
അമസോണസുകൾ എന്നു വിളിക്കുന്നു. പുരാതന ഗ്രീക്ക് പുരാണത്തിലെ യുദ്ധവീര സ്ത്രീകളെപ്പോലെ ലോകത്തിന്റെ പകുതി ദൂരം സഞ്ചരിച്ചുള്ള ഒരു വിചിത്രമായ ബന്ധമാണത്. എങ്കിലും ആ ആശയത്തെക്കുറിച്ച് എന്തോ ഒന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. നദി വിശാലവും അജ്ഞാതവുമാണ്. എന്നാൽ പെട്ടെന്ന് അതിനൊരു പേരുണ്ട്. ഒരു സ്ഥലത്തിനൊരു പേരുണ്ടായിക്കഴിഞ്ഞാൽ അതിന് അർത്ഥമുണ്ട്. ഈ നിമിഷം മുതൽ ഒറല്യാന മഹാനദിയെ ആമസോൺ എന്ന് പരാമർശിക്കാൻ തുടങ്ങുന്നു. ഔദ്യോഗികമായി ആ പേര് ഭൂപടങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ പതിറ്റാണ്ടുകൾ പിന്നിടേണ്ടിയിരുന്നെങ്കിലും ആ പേര് ഒറല്യാനയുടെ പേരിൽ പറ്റിപ്പോകും. ചരിത്രകാരന്മാർ ഇപ്പോഴും ആശ്ചര്യപ്പെടുന്ന കാര്യമാണ്, അദ്ദേഹം യഥാർത്ഥത്തിൽ സ്ത്രീ യോദ്ധാക്കളെ കണ്ടോ? അവർ ഒരു അലങ്കാരമായിരുന്നോ? ഒരു പേടി സ്വപ്നമായിരുന്നോ? തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മാതൃഹൃത്ത ഗോത്രമായിരുന്നു? ചർച്ച ഒരിക്കലും അവസാനിക്കുന്നില്ല. എന്നാൽ ഒറല്യാനയുടെ ഡയറിയിൽ അവർ യഥാർത്ഥമാണ്. ആയുധധാരികളാണ്, അഭിമാനിക്കുന്നു, ഭയമില്ല, അവർ കാത്തിരിക്കുകയാണ്. നദിയുടെ ഒഴുക്ക് കൂടുതൽ ഉച്ചത്തിലാകുന്നു. വ്യാപ്തത്തിലല്ല, മറിച്ച് സാന്നിധ്യത്തിലാണ്. അതിൻ്റെ ആകർഷണം കൂടുതൽ ശക്തമാണ്. അതിൻ്റെ വളവുകൾ കൂടുതൽ സർപ്പളരൂപത്തിലുള്ളതാണ്. അതിൻ്റെ തീരങ്ങൾ രഹസ്യങ്ങൾ കൊണ്ട് ചാഞ്ഞിരിക്കുന്നതായി തോന്നുന്ന മരങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഒറല്യാനയുടെ പര്യവേക്ഷണം താഴേക്ക് നീങ്ങുന്തോറും മനുഷ്യർ മാത്രമല്ല, കാടും അവരെ നിരീക്ഷിക്കുന്നതുപോലെ തോന്നും. ആളുകളിപ്പോൾ മെലിഞ്ഞിരിക്കുന്നു. അവരുടെ കവിളുകൾ പൊള്ളയായിരിക്കുന്നു. വിയർപ്പും രക്തവും കൊണ്ട് നിറഞ്ഞ വസ്ത്രങ്ങൾ. സൂര്യൻ അവരുടെ ചർമ്മത്തെ പൊള്ളിച്ചിരിക്കുന്നു. മരങ്ങളിലൊരു പ്രേതത്തെ കണ്ടതായി ഒരാൾ അവകാശപ്പെടുന്നു. മറ്റൊരാൾ കയ്യിൽ വാളില്ലാതെ ഉറങ്ങാൻ വിസമ്മതിക്കുന്നു. ഈ അഴിച്ചുമാറ്റുന്ന ബുദ്ധിശക്തിയുടെ ഇടയിലെവിടെയോ ഒറേലിയാന തിരിച്ചറിയുന്നു. അവർ ഇനി പര്യവേക്ഷകരല്ല, അവർ അതിജീവിച്ചവരാണ്. അതിജീവിച്ചവർ ചെയ്യേണ്ടത് അവർ ചെയ്യുന്നു. വിശപ്പ് പല്ലുകൾക്ക് മൂർച്ച കൂട്ടുമ്പോൾ അവർ നിരാശാജനകമായ നടപടികളിലേക്ക് തിരിയുന്നു. ഒരു കുരങ്ങിനെ പിടികൂടി ഒരു അസംസ്കൃത തീയിൽ വറുക്കുന്നു. അവർ അത് കഴിക്കുന്നു. രോമങ്ങൾ, അസ്ഥി, എല്ലാം. ആ ആഴ്ചകളിൽ അവർ കഴിച്ച ഏറ്റവും മികച്ച ഭക്ഷണമാണിത്. പിന്നീട് സംഘത്തിലെ ഒരാൾ രാത്രിയിൽ ചെളിയിൽ മുഖം കുനിച്ചു മരിക്കുന്നു. പിറ്റേന്ന് രാവിലെ മന്ത്രിക്കലുകൾ കേൾക്കുന്നു. ആരും അത് നേരിട്ട് പറയുന്നില്ല, പക്ഷേ ആരും അവനെ കുഴിച്ചിട്ടതുമില്ല. കാട് പ്രോട്ടീൻ പാഴാക്കുന്നില്ല. ഒറേലിയാനയുടെ മുഖം കഠിനമായി മാറുന്നു. ക്രൂരത കൊണ്ടല്ല, മറിച്ച് ആവശ്യകത കൊണ്ടാണ്. അവൻ കണക്കുകൂട്ടലുകൾ നടത്താൻ തുടങ്ങുന്നു. ആരാണ് ശക്തൻ? ആരാണ് അവരെ മന്ദഗതിയിലാക്കുന്നത്? ആമസോണിലെ നേതൃത്വമിനി പ്രസംഗങ്ങളെക്കുറിച്ചല്ല, അത് പ്രതീക്ഷയെ റേഷനിങ്ങിനെക്കുറിച്ചാണ്. പിന്നെ ഒരു ദിവസം രാവിലെ അവർ നദിയിലെ വിശാലമായ ഒരു ഓക്സ് ബോയിലേക്ക് നീങ്ങുമ്പോൾ മൂടൽ മണ്ണിലൂടെ ഒരു ശബ്ദം കേൾക്കുന്നു. ഒരു നിലവിളിയല്ല, ഒരു പരുക്കൻ ഉച്ചത്തിലുള്ള യുദ്ധകാഹളം. കോപാകുലരായ കടന്നെല്ലുകളെപ്പോലെ വിസിലടിച്ച് കാട്ടിലെ മേലാപ്പിൽ നിന്ന് അമ്പുകൾ പെയ്യുന്നു. ഒരാൾ തോളിൽ അമ്പുകൊണ്ട് വെള്ളത്തിൽ വീഴുന്നു. ബാക്കിയുള്ളവർ ബാരലുകൾക്കും പെട്ടികൾക്കും പിറകിൽ മറഞ്ഞിരിക്കുന്നു. ആക്രമണകാരികൾ അദൃശ്യരാണ്. മരക്കൊമ്പുകൾക്കിടയിലുള്ള ചലനത്തിന്റെ മിന്നലുകൾ, പ്രേതങ്ങളെപ്പോലെ നിഴലിലൂടെ പറക്കുന്ന പെയിന്റ് ചെയ്യപ്പെട്ട ശരീരങ്ങൾ മാത്രം. സ്പാനിഷ്കാർ മസ്കറ്റുകൾ ഉപയോഗിച്ച് തിരിച്ചു വിടുവയ്ക്കുന്നു. പക്ഷേ അവ മന്ദഗതിയിലും കൃത്യതയില്ലാത്തതും ഈർപ്പത്തിൽ തെറ്റായി വിടുവയ്ക്കാൻ സാധ്യതയുമുള്ളതാണ്. ആളുകൾ വീണ്ടും ലോഡ് ചെയ്യുമ്പോഴേക്കും ആക്രമണകാരികൾ പോയി. 3 പേർ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. ഒരു റാഫ്റ്റ് പോയി. ഇത് യുദ്ധമല്ല, ഇത് ശിക്ഷയാണ്. ചില ഗോത്രങ്ങൾ അവരുടെ ഭൂമിയെ സംരക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്. അവർ മുൻപ് സ്പാനിഷ്കാരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. വെളുത്ത തൊലിക്കാരായ ആക്രമികളെക്കുറിച്ചും രോഗം, തീ, അടിമത്വം എന്നിവ കൊണ്ടുവരുന്ന കവചിത പിശാചുക്കളെക്കുറിച്ചും കിംവദന്തികൾ അവർ കേട്ടിട്ടുണ്ട്. ഒറല്ലാന ഇത് വളരെ വൈകിയാണ് മനസ്സിലാക്കുന്നത്. നയതന്ത്രത്തിനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ അവഗണിക്കപ്പെടുന്നു. അല്ലെങ്കിൽ നിശബ്ദമായ നോട്ടങ്ങളും പിരിമുറുക്കമുള്ള വില്ലുകളും നേരിടുന്നു. ചില ഗോത്രങ്ങൾ കടന്നുപോകാൻ അനുവദിക്കുന്നു. മറ്റുള്ളവ ഗോട്ടുകൾ എത്തുന്നതിനു മുമ്പ് അപ്രത്യക്ഷമാകുന്നു. അവരുടെ ഗ്രാമങ്ങൾ മുഴുവൻ അവർ ഉപേക്ഷിക്കപ്പെടുന്നു. പിന്നെ ഭാഗ്യത്തിൻ്റെ ഒരു ഞെട്ടിപ്പിക്കുന്ന മാറ്റത്തിൽ ഓടുകയോ യുദ്ധം ചെയ്യുകയോ ചെയ്യാത്ത ഒരു ഗോത്രത്തെ അവർ കണ്ടുമുട്ടുന്നു. അവർ സംഘത്തെ കരയിലേക്ക് ക്ഷണിക്കുന്നു. അതൊരു അവിശ്വസനീയമായ അനുഭവമാണ്. പ്രത്യേകിച്ചും ഒറല്ലാനയുടെ താടിയെയും സ്പാനിഷുകാരുടെ കവചത്തെയും കുറിച്ച് ഗ്രാമവാസികൾക്ക് ജിജ്ഞാസയുണ്ട്. അവർ പുകച്ച മത്സ്യവും ചിച്ചയും വാഗ്ദാനം ചെയ്യുന്നു. പുളിച്ചതും എന്നാൽ ചെളിവെള്ളത്തേക്കാൾ നല്ലതുമായ പുളിപ്പിച്ച ചോളപാനീയം. ഒരു മൂപ്പൻ ഒരു പ്രാദേശിക ഗൈഡ് വഴി ആശയവിനിമയം നടത്തുകയും വരാനിരിക്കുന്ന നദിയെക്കുറിച്ചുള്ള വാർത്തകൾ അറിയിക്കുകയും ചെയ്യുന്നു. ശത്രുക്കളുടെ രക്തം കുടിക്കുന്ന ഒരു കൂട്ടം യോദ്ധാക്കളെക്കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. നരഭോജികൾ. ഒറല്ലാന ചിരിക്കുന്നു. ഇത് വെറും ഇതിഹാസമാണെന്ന് അദ്ദേഹം കരുതുന്നു.
3 നാത്രികൾ കഴിയുന്നതുവരെ. വിശ്രമിക്കാൻ നദിയിലെ ഒരാഴമില്ലാത്ത വളവിന് സമീപം അവർ തയ്യാറെടുക്കുന്നു. അവർ കാവൽക്കാരെ നിയമിക്കുന്നു, ഒരു ചെറിയ തീ ഉണ്ടാക്കുന്നു, ഉറങ്ങാൻ ശ്രമിക്കുന്നു. എന്നാൽ പ്രഭാതത്തിനു മുമ്പ് ഒരു ഭയാനകമായ ശബ്ദം നിശ്ചലതയെ തകർക്കുന്നു. നിലവിളി. ഇത്തവണ ഇത് പതിയിരുന്ന ആക്രമണമല്ല, ഇതൊരു വേട്ടയാടലാണ്. ആക്രമണകാരികൾ ദൂരെ നിന്ന് അമ്പുകൾ എയ്യുന്നില്ല, അവർ കുതിക്കുന്നു. ചുവപ്പും കറുപ്പും നിറങ്ങളിൽ ചായം പൂശിയ ചിലർ അസ്ഥി കൊണ്ടുള്ള മാലകൾ ധരിക്കുന്നു. അവർ ഗദകളും കുന്തങ്ങളും ജാഗ്വാർ അസ്ഥിയിൽ നിന്ന് നിർമ്മിച്ച ബ്ലേഡുകളും ഉപയോഗിക്കുന്നു. സ്വയം പ്രതിരോധിക്കാൻ സ്പാനിഷുകാർ പോരാടുന്നു. റാഫ്റ്റ് ഡെക്കുകളിൽ നടക്കുന്ന രക്തരൂക്ഷിതമായ ഒരു കൈയുദ്ധത്തിൽ ഒരു സൈനികൻ മരിക്കുന്ന ഒരു സ്പാനിഷുകാരൻ്റെ മൃതദേഹത്തിൽ ഒരു ഗോത്രക്കാരൻ കടിക്കുന്നത് കാണുമ്പോൾ പിന്നീടവർ ഓടിയൊളിച്ചു. അനന്തരഫലമായി പര്യവേക്ഷണം 20 പേർ മാത്രമായി അവശേഷിച്ചു. സാധനങ്ങൾ വീണ്ടും തീർന്നു. അവരുടെ ആയുധങ്ങൾ ഒടിയുന്നു. ഒരല്ലാനായ്ക്ക് പോലും പരിക്കേറ്റു. ഒരമ്പ് അവൻ്റെ വാരിയെല്ലുകളിൽ തുളച്ചു കയറി മുറിവ് ചൂട്ടിൽ പഴുക്കുന്നു. എന്നിട്ടും അവർ മുന്നോട്ടു പോകുന്നു. കാരണം ഇപ്പോൾ പിന്മാറുന്നത് മരണത്തിന് തുല്യമാണ്. അവർ കണ്ടുമുട്ടിയ ഗോത്രങ്ങൾ യഥാർത്ഥത്തിൽ നരഭോജികളായിരുന്നോ എന്ന് ഇന്നും ചരിത്രകാരന്മാർ വാദിക്കുന്നു. ചില പണ്ഡിതന്മാർ ഇവ യുദ്ധകാല ആചാരങ്ങളായിരുന്നു, ആത്മീകവും സാംസ്കാരികവുമായ പ്രാധാന്യമുള്ള പ്രവൃത്തികളായിരുന്നു, അതിജീവന നരഭോജി അല്ല എന്ന് അവകാശപ്പെടുന്നു. സ്വന്തം ക്രൂരമായ പ്രതികാരത്തെ ന്യായീകരിക്കാൻ സ്പാനിഷുകാർ ഈ ഭീകരതകൾ കണ്ടുപിടിച്ചതാണെന്ന് മറ്റു ചിലർ വാദിക്കുന്നു. എന്തായാലും ഒറല്ലാന അതിൽ വിശ്വസിച്ചു. ആ വിശ്വാസമാണ് യാത്രയെ രൂപപ്പെടുത്തിയത്. അദ്ദേഹം നയിക്കുന്ന രീതി മാറ്റാൻ തുടങ്ങുന്നു. വിശ്രമത്തിനായി അദ്ദേഹം കൂടുതൽ തവണ സ്റ്റോപ്പുകൾ അനുവദിക്കുന്നു. പകൽ വെളിച്ചത്തിൽ പോലും എല്ലായ്പ്പോഴും കാവൽ നിൽക്കാൻ അദ്ദേഹം 2 പേരെ നിയോഗിക്കുന്നു. പാർട്ടി പിളർന്നാൽ പതാകകളും പുകയുമൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം ലളിതമായ നദീ സിഗ്നലുകൾ സൃഷ്ടിക്കുന്നു. പ്രകൃതി ദൃശ്യങ്ങൾ മാത്രമല്ല, ആളുകളെയും അദ്ദേഹം രേഖപ്പെടുത്താൻ തുടങ്ങുന്നു. അവരുടെ ആചാരങ്ങൾ, ടാറ്റൂകൾ, ഉപകരണങ്ങൾ, കുട്ടികൾ കളിക്കുന്ന രീതി. ഇത് നരവംശശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്, നിരാശയുടെ ഭാഗമാണ്. അദ്ദേഹം അതിജീവിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഡയറിക്കുറിപ്പുകളും നഷ്ടമായേനെ. ഭീകരതയ്ക്കിടയിൽ സൗന്ദര്യത്തിൻ്റെ നിമിഷങ്ങളുമുണ്ട്. ഒരു രാത്രിയിൽ നദി തിളങ്ങുന്നു. ആലങ്കാരികമായിട്ടല്ല, അക്ഷരാർത്ഥത്തിൽ തിളങ്ങുന്നു. തുഴകൾ വെള്ളത്തിൽ സ്പർശിക്കുന്ന മൃദുവായ നീല തിളക്കം. ചലനത്താൽ അസ്വസ്ഥമായ ഒരു ബയോലൂമിനസന്റ് പ്ലാങ്ക്ടനാണത്. വിസ്മയത്തോടെ നിശബ്ദരായ ആളുകൾ വെള്ളത്തിലൂടെ വിരലുകൾ നടത്തുകയും ഉപരിതലത്തിലെ നക്ഷത്രങ്ങൾ പോലെ അത് തിളങ്ങുന്നത് കാണുകയും ചെയ്യുന്നു. മറ്റൊരു രാത്രിയിൽ അവർ പാട്ട് കേൾക്കുന്നു. ഒരു മറഞ്ഞിരിക്കുന്ന ഗ്രാമത്തിൽ നിന്ന് കാറ്റിൽ പറക്കുന്ന ഒരു വിദൂര ഈണം. ആരും ഉറങ്ങുന്നില്ല, അവർ കേൾക്കുന്നു. അത് വേട്ടയാടുന്നു. ദുഃഖം, മനുഷ്യൻ. ഒറല്ലാന തൻ്റെ ഡയറിയിൽ ആ പാട്ടിനെക്കുറിച്ച് എഴുതുന്നു. അയാൾക്ക് വാക്കുകൾ മനസ്സിലാകുന്നില്ല. ഈ നിമിഷങ്ങളിൽ ഏറ്റവും പ്രയാസങ്ങൾ അതിജീവിച്ചവർ പോലും മറ്റൊന്നുകൂടി അനുഭവിക്കാൻ തുടങ്ങുന്നു. ആദരവ്, നദിയോടുള്ള ബഹുമാനം, വനത്തോടുള്ള ബഹുമാനം, അതിൽ അഭിവൃദ്ധി പ്രാപിക്കുന്ന ആളുകൾക്കുള്ള ബഹുമാനം. എന്നാൽ ആദരവ് വയറു നിറയ്ക്കുന്നില്ല. യാത്ര നീണ്ടു നിൽക്കുമ്പോൾ പുതിയൊരു ചോദ്യം ഉയരുന്നു. അവർ എപ്പോൾ കടലിലെത്തും എന്നതല്ല, മറിച്ച് അവിടെ എത്തുക എന്ന ചോദ്യം. മഴ വിധി പോലെ പെയ്യുന്നു. ഒരു ചെറിയ തുള്ളികളായല്ല, പതിയുള്ള മഴയുമല്ല. ഒരു നീളവായ കടൽ സ്വർഗത്തിൽ നിന്ന് നേരെയായി തകർന്നു വീഴുന്നതുപോലെ. ശബ്ദം കേൾക്കുന്നതിന് മുൻപ് തന്നെ മനുഷ്യർ നനയ്ക്കുന്നു. വർണ്ണപ്പാളികളായി മഴയൊഴുകി നദിയിലേക്ക് ഇടിച്ചു കയറുന്നു. ഇലകളിൽ നിന്നും പതിച്ചിറങ്ങുന്ന മഴ പാറിപ്പറക്കുന്ന ശബ്ദമുയർത്തുന്നു. അത് ഭീതി പോലും വിഴുങ്ങുന്ന ഒരു വെള്ളയൊലി. ഇതാണ് യഥാർത്ഥ ആമസോൺ. ജീവനുള്ളതും ആക്രമണ സ്വഭാവമുള്ളതും പരിപൂർണമായ അശ്രദ്ധയുള്ളതും. ഒറൈലാനയുടെ ഫ്ലോട്ടില്ല ഇപ്പോൾ വെറും 2 പാച്ച് ചെയ്ത റാഫ്റ്റുകളും ഒരു പിടി ക്ഷീണിതരായ മനുഷ്യരായി ചുരുങ്ങി മറന്നുപോയ അവശിഷ്ടങ്ങൾ പോലെ ഈ വെള്ളക്കെട്ടിലൂടെ ഒഴുകുന്നു. നദി വീണ്ടും വിശാലമാകുന്നു. അസാധ്യമായി വിശാലമാണ്. പതുക്കെ നീങ്ങുന്ന തടാകം പോലെ. വനമതിലുകൾ അടുത്തുവരുന്നു. പച്ചപ്പിൻ്റെ കെട്ടഴിച്ച കത്തീഡ്രലുകളിൽ
റാഫ്റ്റുകൾക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്നു. ഇവിടെ മരങ്ങൾ വെറും ഉയരമുള്ളവയല്ല, അവ ഭീമാകാരമാണ്. ആകാശം ഉയർത്തിപ്പിടിക്കുന്നതായി തോന്നുന്ന സീബകൾ, ഒരു ശാഖയിൽ നിന്ന് അടുത്ത ശാഖയിലേക്ക് ചുരുണ്ടുകിടക്കുന്ന ലിയാനകൾ, നിലത്തിനു മുകളിൽ നിലവിളക്കുകൾ പോലെ പൂക്കുന്ന ബ്രൊമേലിയാഡുകൾ. അദൃശ്യമായ ചെടികളിൽ നിന്ന് പക്ഷികൾ പാടിയുയരുന്നു. ചിലത് ശ്രുതിമധുരവും മറ്റു ചിലത് ഹൃദയസ്പർശിയുമായതും അതിൽ കുറച്ചൊക്കെ പരിഹാസച്ചിരി പോലെ തോന്നുന്നതുമാണ്. പുരുഷന്മാർ ഇപ്പോൾ വളരെ കുറച്ചു മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അവർ കയറിപ്പോകുന്നത് ഒരാളുടെ മനസ്സ് പച്ചപ്പിൻ്റെ സമുദ്രം എന്ന് വിളിക്കാൻ തുടങ്ങുന്ന പ്രദേശത്തേക്കാണ്. അതിൻ്റെ ഇത് വീണ്ടും വീണ്ടും ഒരേതുപോലെ കാണപ്പെടുന്നതും അതിർത്തികൾ കണ്ടെത്താനാവാത്തതുമായ സ്ഥലമാണ്. മനസ്സിനതിൻ്റെ മാപ്പ് തീർക്കാൻ കഴിയാത്തിടം. ദിവസങ്ങൾ ഒറ്റയാകുന്നു, പകലുകൾ ഒരുമിച്ചു മങ്ങുന്നു, രാത്രികൾ ശാശ്വതമായി തോന്നുന്നു. നദി ഒരു ലാൻഡ്മാർക്കും നൽകുന്നില്ല. യാത്രയുടെ വഴിമധ്യേ ആളുകൾ മരങ്ങൾക്ക് പേരിടാൻ തുടങ്ങുന്നു. വൃദ്ധൻ എന്ന് ഒരാൾ മുൻപ് കണ്ട വളഞ്ഞു നിൽക്കുന്ന സീബയെ വിളിക്കുന്നു. നിരീക്ഷകൻ എന്ന് മറ്റൊരാൾ പറയുന്നു. അവരുടെ ചങ്ങാടത്തിലേക്ക് ചെറുതായി എപ്പോഴും ചാഞ്ഞിരിക്കുന്ന ഒരു അത്തിമരത്തെ ചൂണ്ടിക്കാണിക്കുന്നു. സാധാരണയായി വളരെ വ്യക്തമായ മനസ്സുള്ള ഒറേലാന പോലും ഇപ്പോൾ കാട് കേൾക്കുന്നുവെന്ന പോലെ എഴുത്തുകൾ തുടങ്ങുന്നു. അദ്ദേഹം എഴുതുന്നു, കാട് പല കണ്ണുകളോടെ നോക്കുന്നു, പക്ഷേ ആരുമായും സംസാരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് തെറ്റുമല്ല. ഇവിടെയാണ് ഈ ജീവനുള്ള കത്തീഡ്രലിൽ അവർ തവളയെ കണ്ടുമുട്ടുന്നത്. ഒരു മുഷ്ടിയുടെ വലുപ്പവും വൈദ്യുത കുമ്മായത്തിൻ്റെ നിറവുമാണതിന്. ഒരു സൈനികൻ അതിനെ തൊടാൻ ശ്രമിക്കുന്നു. മിനിറ്റുകൾക്ക് ശേഷം അയാൾ നിലത്ത് വീഴുന്നു, വിറയ്ക്കുന്നു. അവൻ്റെ ചർമ്മം ഒരു വിചിത്രമായ വയലറ്റ് നിറമായി മാറുന്നു. ഒറല്ലാന ഉടൻ തന്നെ അവന് റാഫ്റ്റിൻ്റെ അരികിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്നു. അവൻ ജീവനോടെ രക്ഷപ്പെടുന്നു. സമയം കൊണ്ട് മാത്രമല്ല, ഭാഗ്യം കൊണ്ടും. പക്ഷേ അവനിനി ഒരിക്കലും ആ പഴയ മനുഷ്യനാകില്ല. നാട്ടുകാർ ഇതിനെ ഒരു ക്യാമ്പോ തവള എന്ന് വിളിക്കുന്നു. വേട്ടയാടലിലും ആചാരങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു വിഷത്തിൻ്റെ ഉറവിടം. ഇന്ന് ചരിത്രകാരന്മാർ ഇതിനെ ഫിലോമെഡൂസ ബൈകളർ എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യൻ മരുന്നുശാസ്ത്രത്തിൽ അത് മനസ്സിനെ ബാധിക്കുന്ന രസങ്ങൾക്കായി ആരാധിക്കപ്പെടുന്ന ജീവി. എന്നാൽ ഒറെല്ലാനയുടെ സംഘത്തിന് ഇതൊരു കാട്ടുശാപമായി മാറുന്നു. ആ നിമിഷം മുതൽ അവർ തിളക്കമുള്ള ഒന്നിനെയും തൊടുന്നില്ല. തവളകളെയല്ല, പൂക്കളല്ല, പഴങ്ങൾ പോലും തൊടുന്നില്ല. ഇവിടെ ധാരാളം പഴങ്ങളുണ്ട്. നീര് പൊട്ടിക്കാൻ തോന്നിപ്പിക്കുന്ന തരത്തിൽ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നു. പക്ഷെ പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ചിലത് വാനിലയുടെ മണമുള്ളതാണ്, മറ്റുള്ളവ ചീഞ്ഞ മാംസം പോലെ. ഒരു സൈനികൻ ഇളം പച്ച നിറത്തിലുള്ള ഒരു ഞെട്ടിയിൽ കടിച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഭ്രമം തെറ്റുന്നു. കാലങ്ങൾ കാണാൻ കഴിയുമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. പിന്നീട് അദ്ദേഹം റാഫ്റ്റിൽ നിന്നിറങ്ങി ക്രിസ്തുവിനെ നവിക്ക് കുറുകെ നടക്കാൻ ശ്രമിക്കുന്നു. അവർക്കൊരിക്കലും അവൻ്റെ ശരീരം പിന്നീട് കണ്ടെത്താനായില്ല. സമാധാനമുള്ള ചില നിമിഷങ്ങളിൽ കാട് അതിൻ്റെ അവിശ്വസനീയമായ സൗന്ദര്യത്തോടെ പുഞ്ചിരിച്ചു കളിക്കുന്നു. സന്ധ്യാസമയത്ത് ബോട്ടിനരികിൽ പിങ്ക് ഡോൾഫിനുകൾ ചാടിക്കയറുന്നു. ഒരു നീലമോർഫോ ചിത്രശലഭം ഒറെല്ലാനയുടെ കയ്യിൽ വന്ന് ഒരു കാറ്റ് വീശുന്നതുവരെ പൂർണ്ണമായും നിശ്ചലമായി നിൽക്കുന്നു. സ്പൈഡർ കുരങ്ങുകൾ തലയ്ക്ക് മുകളിലൂടെ മരങ്ങളിലൂടെ ചാടി ചിരിച്ചുകൊണ്ട് നിലവിളിക്കുന്നു. കാട്ടിലെ പഴങ്ങളുടെ കഷ്ണങ്ങൾ ചങ്ങാടങ്ങളിലേക്ക് ഒരു കരഘോഷം പോലെ എറിയുന്നു. പക്ഷെ പിന്നീട് ശബ്ദങ്ങൾ വരുന്നു. അത് മൃഗങ്ങളുടെ ശബ്ദങ്ങളല്ല, പക്ഷികളുടെ വിളികളോ കുരങ്ങുകളുടെ സംസാരമോ അല്ല. പക്ഷെ ആഴമുള്ള ശബ്ദങ്ങൾ, താളാത്മകമായ, മനഃപൂർവമായ ഡ്രമ്മിങ്. സൂര്യാസ്തമനത്തിന് തൊട്ടുപിന്നാലെ ഒരു രാത്രി ആരംഭിക്കുന്നു. മങ്ങിയതും വിദൂരവുമായ പക്ഷെ വ്യക്തമായതും. മരത്തിൽ ചില്ലകൾ ഒരു പാറ്റേൺ നിലനിർത്തുന്നു. പിന്നെ നിശബ്ദത. അങ്ങനെ അത് 3 രാത്രികൾ തുടരുന്നു. ക്രൂ തീ കത്തിക്കുന്നത് നിർത്തുന്നു. അവർ മന്ത്രിക്കുന്നു. ഈ നനഞ്ഞ വെൽവറ്റ് ഇരുട്ടിൽ പതിയിരുന്നാൽ ആക്രമണം കേൾക്കാൻ ഇല്ല എന്ന് പൂർണ്ണമായും അറിഞ്ഞ ഒറേലാന 24 മണിക്കൂറും നിരീക്ഷിക്കുന്നു. ചരിത്രകാരന്മാർ ഇപ്പോഴും ഈ ഡ്രമ്മിംഗ് ശബ്ദങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് വാദിക്കുന്നു. അവ ഗോത്രങ്ങൾ തമ്മിലുള്ള സന്ദേശങ്ങളായിരുന്നു, അടുത്തുള്ള ഗ്രാമങ്ങൾക്കുള്ള മുന്നറിയിപ്പുകളോ ആക്രമികളെ ഭയപ്പെടുത്താനുള്ള ഒരു മനഃശാസ്ത്ര തന്ത്രമോ, അതോ ചിലർ സൂചിപ്പിച്ചതുപോലെ പ്രതിധ്വനിയും കൊടുങ്കാറ്റും ഉപയോഗിച്ച് വനം തന്ത്രങ്ങൾ കളിക്കുകയായിരുന്നു? ആരും സമ്മതിക്കുന്നില്ല. പക്ഷെ ഒറേലാന വിശ്വസിക്കുന്നു. അദ്ദേഹം തൻ്റെ ഭാപടത്തിൽ ഡ്രമ്മിംഗ് അടയാളപ്പെടുത്താൻ തുടങ്ങുന്നു. ആകാശത്ത് സൂചിച്ചതുപോലെ സമയങ്ങളും ദിശകളും ശ്രദ്ധിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ നദിയുടെ ചാർട്ട് വരയ്ക്കുക മാത്രമല്ല,
അടയാളങ്ങൾ പഠിക്കുന്ന ഒരു ഭ്രാന്തൻ പ്രവാചകനെ പോലെ അദ്ദേഹം അത് വായിക്കുന്നു. കാർഡ് നൽകുന്നു, കാർഡ് അതെടുക്കുന്നു. ഡ്രമ്മിംഗ് ആരംഭിച്ച 5-ാം ദിവസം അവർ പ്രതീക്ഷിക്കാത്ത ഒന്ന് കണ്ടെത്തുന്നു: വാഴപ്പഴം. ഉൾനാടൻ നദീതീരത്ത് ഉയർന്ന ഒരു സ്ഥലത്ത് കാട്ടുചെടിയായി വളരുന്ന ഒരു പൂർണ്ണത്തോട്ടം. ഡസൻ കണക്കിന് മരങ്ങൾ, 100 കണക്കിന് പഴങ്ങൾ. അവർ വേഗത്തിലിറങ്ങുന്നു. കണ്ണുകൾ പകച്ചിരുന്ന് അവർ കുട്ടികളെപ്പോലെ ചിരിക്കുന്നു. അവരത് ധാരാളം കഴിക്കുന്നു, വളരെ വേഗത്തിൽ. പുരുഷന്മാരിൽ പകുതി പേരും വൈകുന്നേരത്തോടെ ഛർദ്ദിക്കുന്നു. ഒരാൾ പൊട്ടാസ്യം സ്പൈക്ക് കാരണം കുഴഞ്ഞു വീഴുന്നു. പക്ഷെ ആരും അത് കാര്യമാക്കുന്നില്ല. അവരുടെ വയറുകൾ നിറഞ്ഞിരിക്കുന്നു. ആഴ്ചകളിൽ ആദ്യമായി മുഖത്ത് ഒരു പുഞ്ചിരിയുടെ മൃദുവായ വളവോടെ അവർ ഉറങ്ങുന്നു. രാവിലെ തോട്ടം പോയി. അക്ഷരാർത്ഥത്തിലല്ല, അതിപ്പോഴും അവിടെയുണ്ട്. പക്ഷേ അത് ചുറ്റപ്പെട്ടിരിക്കുന്നു. എല്ലാ വശങ്ങളിലും മരങ്ങൾക്കിടയിൽ നിശബ്ദമായി നിൽക്കുന്ന ഡസൻ കണക്കിന് തദ്ദേശീയ യോദ്ധാക്കൾ. പെയിന്റ് ചെയ്തിട്ടുണ്ട്, ആയുധധാരികൾ. കണ്ണുമിക്കുന്നില്ല, ശബ്ദമില്ല, ചലനമില്ല. ഒറേലിയാന 2 കൈകളും ഉയർത്തിപ്പിടിച്ച് സമീപിക്കുന്നു. അവൻ മുട്ടുകുത്തുന്നു. ഒരു നീണ്ട നിശബ്ദത. പിന്നെ ഒരു യോദ്ധാവ് മുന്നോട്ട് നീങ്ങി കുന്തവുമായി ചെളിയിലൊരു രേഖ വരയ്ക്കുന്നു. അവന്റെ പിന്നാലെ മറ്റുള്ളവർ തലയാട്ടുന്നു. നിങ്ങൾക്ക് കടന്നുപോകാം, പക്ഷേ വീണ്ടും കടക്കരുത്. വാക്കുകളില്ല, പക്ഷേ സന്ദേശം വ്യക്തമാണ്. സ്പെയിൻകാർ അവരുടെ റാഫ്റ്റുകളിൽ തിരിച്ചെത്തുന്നു. പതുക്കെ, ശ്രദ്ധാപൂർവം, ഭയം പോലെ തോന്നുന്ന തരത്തിലുള്ള ബഹുമാനത്തോടെയാണ്. അവർ അകന്നുപോകുമ്പോൾ യോദ്ധാക്കൾ നിശ്ചലരായി നോക്കി നിൽക്കുന്നു. ആക്രമിക്കുന്നില്ല, സംസാരിക്കുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. ഒറേലിയാനയുടെ മനസ്സിൽ എന്നേക്കുമായി തങ്ങി നിൽക്കുന്ന ഒരു നിമിഷം. മരണഭയമല്ല, പ്രതിരോധമല്ല, മറിച്ച് അന്തസ്. കവചമോ കുതിരകളോ കത്തീഡ്രലുകളോ ആവശ്യമില്ലാത്ത, മരങ്ങളും കുന്തങ്ങളും നിശബ്ദതയും മാത്രം ആവശ്യമുള്ള ഒരു ജനതയുടെ പൂർണ്ണ ആത്മവിശ്വാസം. അന്നുമുതൽ ഒറേലിയാന ഇനി കാടിനെ മരുഭൂമി എന്ന് വിളിക്കുന്നില്ല. അദ്ദേഹം അതിനെ ഒരു രാജ്യമെന്ന് വിളിക്കുന്നു. അദ്ദേഹം അതിൻ്റെ രാജാവുമല്ല. കാട് ശ്വസിക്കുന്നു. ഒരു രൂപകം പോലെയല്ല, ഒരു കവിത പോലെയല്ല. അത് ശരിക്കും ശ്വസിക്കുന്നു. പ്രഭാതങ്ങൾ മൂടൽമഞ്ഞാൽ കട്ടിയുള്ളതാണ്. കുടിക്കാൻ പാകത്തിന് നനഞ്ഞ വായു. ഉച്ചകഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് ദൃശ്യമായി ഉയരുന്ന ചൂടോടെ നീരാവി പുറപ്പെടുന്നു. രാത്രിയിൽ കാട് ദീർഘമായി മന്ത്രിക്കുന്ന പോലെ കാറ്റ് പുറപ്പെടുന്നു. അത് ഇലകളെ നെടുവീർപ്പുകൾ പോലെ തലോടുന്നു. കൂടെയുള്ളവർ ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അവർക്കറിയാം, കാട് ജീവനുള്ളതാണ്. അത് അവർക്കു വേണ്ടി വേരൂന്നുന്നില്ല. എന്നിട്ടും ഒറേലിയാന മുന്നോട്ടു പോകുന്നു. അവന്റെ താടി നീണ്ടു വളർന്നിരിക്കുന്നു. യൂണിഫോം ഇപ്പോൾ തുണിക്കഷ്ണങ്ങളും പുറന്തൊലി നാരും ചേർന്നതാണ്. അവന്റെ ബൂട്ടുകൾ ദ്രവിച്ചിരിക്കുന്നു. അവൻ കാലുകൾ ഈന്തപ്പനയിൽ പൊതിയുന്നു. ഒരു കാലത്ത് അഭിമാനിയായ പട്ടാളക്കാരന്റെ മാർച്ച് നടത്തിയിരുന്ന കാലുകളിപ്പോൾ നഗ്നമായി മാറിയിരിക്കുന്നു. പക്ഷെ അവന്റെ കണ്ണുകളോ ഇപ്പോഴും മൂർച്ചയുള്ളതാണ്. ഇപ്പോഴും എല്ലാം നിരീക്ഷിക്കുന്നു. പിന്നെ ഏറ്റുമുട്ടലുകൾ വരുന്നു. നയതന്ത്രത്തിനും മരണത്തിനുമിടയിലുള്ള സൂക്ഷ്മമായ പിരിമുറുക്കം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഏറ്റുമുട്ടലുകൾ. ആദ്യം അവർ അടയാളങ്ങൾ കാണുന്നു. പുകയുന്ന തീക്കുണ്ടങ്ങൾ, പകുതി തിന്ന പഴങ്ങൾ, കാൽപ്പാടുകൾ. ചെറുതും നഗ്നപാദവും വേഗതയുള്ളതും. പിന്നെ ഒരു പ്രഭാതത്തിൽ ആഴം കുറഞ്ഞ വെള്ളപ്പൊക്ക സമതലങ്ങളിലെ തൂണുകളിൽ നിർമ്മിച്ച ഒരു ഗ്രാമം മുഴുവൻ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. കുടിലുകൾ ഇടുങ്ങിയ നടപ്പാതകളും പാലങ്ങളും കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. കോഴികൾ അവയ്ക്ക് താഴെ തൂങ്ങിക്കിടക്കുന്നു. കുട്ടികൾ നെയ്ത്ത തിരശീലകൾക്ക് പിന്നിൽ നിന്ന് നോക്കുന്നു. പര്യവേക്ഷണം മന്ദഗതിയാകുന്നു, ജാഗ്രതയോടെ. ഒറേലിയാന ഒരു വെളുത്ത തുണി ഉയർത്തുന്നു. എന്നിരുന്നാലും ആംഗ്യം ഇവിടെ വളരെ കുറവാണ്. ബോട്ട് ഒരു ലാൻഡിംഗ് പോസ്റ്റിലേക്ക് പതുക്കെ ഇടിക്കുന്നു. അയാൾ പുറത്തേക്ക് പോകുന്നു. മൂപ്പന്മാരുടെ ഒരു കൂട്ടം അവനെ കാത്തിരിക്കുന്നു. രോഗശാന്തികാരിയാണെന്ന് തോന്നുന്ന ഒരു സ്ത്രീ കട്ടിയുള്ളതും തവിട്ട് നിറമുള്ളതുമായ പാനീയം നിറച്ച ഒരു കളിമൺ പാത്രം നൽകുന്നു. അവനതെടുക്കുന്നു, തലയാട്ടുന്നു, കുടിക്കുന്നു. നദിയിലെ ചെളിയിൽ കലർന്ന കത്തിച്ച തേൻ പോലെയാണിത് രുചിക്കുന്നത്. ദുർബലമായൊരു സമാധാനം രൂപപ്പെടുന്നു. ഒറേലിയാനയുടെ കുറിപ്പുകളിൽ ഈ ഗോത്രം അപാരിയ എന്നറിയപ്പെടുന്നു. എന്നാൽ ആധുനിക പണ്ഡിതന്മാർ ഇപ്പോഴും ഇത് ഏത് ഗ്രൂപ്പായിരുന്നു എന്ന് വാദിക്കുന്നു. തദ്ദേശീയ നാമകരണ രീതികൾ യൂറോപ്യൻ രേഖകൾക്ക് അനുയോജ്യമല്ല. ഇന്ന് നമുക്കുള്ള പല ഗോത്രനാമങ്ങളും
കോളനിവൽക്കരണക്കാർ ഭാഷാപരമായ മാറ്റങ്ങൾ വരുത്തിയതായിരുന്നു. എന്നിരുന്നാലും ഒരു ബന്ധം രൂപപ്പെടുന്നു. അപാരിയകൾ സ്പാനിഷുകാരെ വിശ്രമിക്കാൻ അനുവദിക്കുന്നു. അവരവർക്ക് വറുത്ത മത്സ്യം, മധുരമുള്ള പഴങ്ങൾ, കുറച്ചു വേരുകൾ, ഔഷധ ഇലകളും ഒക്കെ നൽകുന്നു. ഒരു തദ്ദേശീയ മൂപ്പൻ ഒറേൽനാനയുടെ രോഗബാധിതമായ വാരിയെല്ലിലെ മുറിവിൽ ചതച്ച ഉറുമ്പുകളും മരത്തിൻ്റെ പുറന്തൊലിയും ചേർന്നൊരു പഴമ്പ് പുരട്ടുന്നു. അത് തീ പോലെ കത്തുന്നു. പിന്നീട് മരവിപ്പിലേക്ക് തണുക്കുന്നു. അവൻ 12 മണിക്കൂർ ഉറങ്ങുന്നു. അവൻ ഉണരുമ്പോൾ പകരമായി സമ്മാനങ്ങൾ നൽകുന്നു. ചെറിയ കണ്ണാടികൾ, ഇരുമ്പ് നഖങ്ങൾ, നിറമുള്ള നൂൽ. ഇവ ഇവിടുത്തെ നിധികളാണ്, തിളങ്ങുന്നതും നിലനിൽക്കുന്നതുമായ വസ്തുക്കൾ. ഗ്രാമവാസികൾ മര്യാദയുള്ളവരാണ്, നന്ദിയുള്ളവരാണ്, പക്ഷേ മതിപ്പുളവാക്കുന്നില്ല. തങ്ങൾ ആരാണെന്നറിയാൻ കണ്ണാടികൾ ആവശ്യമില്ലാത്ത ഒരു ജനതയാണിത്. അവർ ഒറേലിയാനയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു. മുന്നിലുള്ള മറ്റു ഗോത്രങ്ങൾ അത്ര സ്വാഗതം ചെയ്യുന്നവരല്ല. പ്രത്യേകിച്ച് അപകടകാരികളായ ഒരു ഗ്രൂപ്പിനെക്കുറിച്ചുള്ള കിംവദന്തികളുണ്ട്. തബുയകൾ സംഘടിത കൂട്ടങ്ങളായി പോരാടുകയും കാവൽക്കാരെ പോലെ നദിയുടെ പവിത്രമായ വളവ് കാക്കുകയും ചെയ്യുന്ന ഉഗ്രരും പെയിന്റ് ചെയ്തവരുമായ യോദ്ധാക്കൾ. ചിലർ പറയുന്നത് അവരാദ്യം ആക്രമിക്കുന്നു, ഒരിക്കലും ചോദ്യങ്ങൾ ചോദിക്കില്ല എന്നാണ്. മറ്റു ചിലർ പറയുന്നത് അവരൊരു പുണ്യസ്ഥലത്തിൻ്റെ സംരക്ഷകരാണെന്നും നദി അതിക്രമിച്ചു കടക്കുമ്പോൾ അത് കോപിക്കുമെന്നുമാണ്. ചരിത്രകാരന്മാർ ഇപ്പോഴും ഭിന്നിച്ചു നിൽക്കുന്നു. ചിലർ അവകാശപ്പെടുന്നത് തബുയകൾ യഥാർത്ഥമായിരുന്നുവെന്നും പക്ഷേ ഒന്നിലധികം ഗ്രൂപ്പുകളുടെ ഒരു കൂട്ടായ്മയാണെന്നും മറ്റു ചിലർ പറയുന്നത് അവ ഗോത്രങ്ങൾക്കിടയിൽ കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു ഭയാനകമായ കണ്ടുപിടുത്തമാണെന്നും പിന്നീട് എല്ലാ ശത്രുതാപരമായ ഏറ്റുമുട്ടലുകളും വിശദീകരിക്കാൻ സ്പെയിൻകാർ അതിശയോക്തി കലർത്തി അവതരിപ്പിച്ചതാണെന്നുമാണ്. എന്നാൽ ഒറേലിയാനയ്ക്കും സംഘത്തിനും തബുയ എന്ന പേര് അപകടത്തിൻ്റെ ചുരുക്കെഴുത്തായി മാറുന്നു. അബാരിയ ഗ്രാമത്തിൽ നിന്ന് അവർ കൂടുതൽ ഭാരമേറിയ ചങ്ങാടങ്ങളുമായി പുറപ്പെടുന്നു. ഭക്ഷണം, ഔഷധസസ്യങ്ങൾ, ഉണങ്ങിയ പുറന്തൊളിയുടെ സമ്മാനം എന്നിവ നിറച്ചു ബാൻഡിലുമായി അവിടെ വിടുന്നു. വിടവാങ്ങൽ ഊഷ്മളമാണ്, അകലെയാണെങ്കിലും. ഗ്രാമവാസികൾ അവസാനമായി ഒരു ആംഗ്യം കാണിക്കുന്നു. ചങ്ങാടത്തിൻ്റെ അരികിൽ അവശേഷിക്കുന്ന ഒരു കൊത്തിയെടുത്ത രൂപം, ഒരുതരം സംരക്ഷണ ആകർഷണം. പകുതി മനുഷ്യൻ, പകുതി മൃഗം, മൂർച്ചയുള്ള പല്ലുകൾ, വലിയ കണ്ണുകൾ, ഒരു കാട്ടുദൈവം. ഒറേലിയാന അവർക്ക് നന്ദി പറയുന്നു. എന്നിരുന്നാലും എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പില്ല. ഈ ഭൂമി ക്രിസ്ത്യൻ ചിഹ്നങ്ങൾക്ക് വഴങ്ങുമെന്ന് നടിക്കുന്നത് അദ്ദേഹം വളരെ കാലമായി നിർത്തി. ഇവിടെ ഏത് ദൈവങ്ങൾ ഭരിച്ചാലും അവ പഴയതാണ്, മുന്തിരിവള്ളിയിലും കല്ലിലും ആഴത്തിൽ വേരൂന്നിയതാണ്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മുന്നറിയിപ്പുകൾ സത്യമാണെന്ന് തെളിയുന്നു. അത് നിശബ്ദത്തോടെയാണ് ആരംഭിക്കുന്നത്. ഉരച്ച തരം നിശബ്ദത. പക്ഷികളുടെ പാട്ടില്ല, തവളകളില്ല, പ്രാണികളില്ല. മരത്തിനെതിരെ വെള്ളത്തിൻ്റെ ഞരക്കം മാത്രം. മരങ്ങൾ അടുത്തേക്ക് ചാഞ്ഞു. ഉച്ചയായിട്ടും വെളിച്ചം മങ്ങുന്നു. പിന്നെ പതിയിരുന്ന ആക്രമണം വരുന്നു. ഇത്തവണ അത് സമന്വയിപ്പിച്ചതാണ്. അമ്പുകളുടെ ഒരു ക്രമരഹിതമായ കൂട്ടക്കൊലയല്ല, മറിച്ച് ഒരു പ്രായോഗിക തന്ത്രം. കുന്തങ്ങൾ കമാനങ്ങളിൽ പറക്കുന്നു. മുകളിൽ നിന്ന് വലകൾ വീഴുന്നു. വെള്ളത്തിനടിയിൽ നിന്ന് ഉയർന്നുവരുന്ന ആളുകൾ നിഴലുകളെപ്പോലെ നിശബ്ദരായി ചങ്ങാടങ്ങളെ ശക്തമായി ആടിയുലയ്ക്കുന്നു. സ്പാനിഷുകാർ അവരുടെ കൈവശമുള്ളവ ഉപയോഗിച്ച് പ്രതികരിക്കുന്നു. മസ്കറ്റുകൾ, 2 പ്രവൃത്തികൾ. ക്രോസ് വില്ലുകൾ, 1 പൊട്ടുന്നു. വാളുകൾ ഇപ്പോഴും മൂർച്ചയുള്ളത്. പോരാട്ടം ക്രൂരമാണ്. ഒരാളെ റാഫ്റ്റിൽ നിന്ന് വലിച്ചിഴച്ച് നദീനടിയിലേക്ക് അപ്രത്യക്ഷമാകുന്നു. അയാളുടെ സ്ഥാനത്ത് കുമിളകൾ ഉയരുന്നു. മറ്റൊരാൾ ഒരു ഗദയിൽ ബോധരഹിതനായി വീഴുന്നു. മണിക്കൂറുകൾക്ക് ശേഷം സുരക്ഷിത സ്ഥാനത്തേക്ക് വലിച്ചിഴക്കപ്പെടുമ്പോൾ മാത്രമേ ഉണരുകയുള്ളൂ. ഒറേലിയാന ഒരു ഭ്രാന്തനെ പോലെ പോരാടുന്നു. അത് ആസ്വദിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് അയാൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പര്യവേക്ഷണം ഇവിടെ അവസാനിക്കുന്നു എന്നതുകൊണ്ടാണ്. ഒടുവിൽ ആക്രമണകാരികൾ പിൻവാങ്ങുന്നു. പക്ഷേ അവർ അവരുടെ നിലപാട് വ്യക്തമാക്കി. ഇപ്പോൾ 17 പേർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആ രാത്രി ആകാശത്തേക്ക് തൂത്തുവാരാൻ കഴിയുന്ന ഒരു പ്രവാഹത്തിൽ അവർ പൊങ്ങിക്കടക്കുമ്പോൾ ഒറേലിയാന തൻ്റെ ജേണലിൽ എഴുതുന്നു:
നദി മറക്കില്ല. അവൻ കാവ്യാത്മകനല്ല, അവൻ ഭയപ്പെടുന്നു. കാട് അവരോട് കരുണ കാണിച്ചിരിക്കുന്നു, അത് അവരോട് കോപം കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ അത് അവരെ പരീക്ഷിക്കുന്നതായി തോന്നുന്നു, അവരുടെ മൂല്യം അളക്കുന്നു. ഇതിനിടയിൽ വിചിത്രമായ എന്തോ ഒന്ന് സംഭവിക്കാൻ തുടങ്ങുന്നു. ഒരിക്കൽ സ്വർണത്തിൽ ഭ്രമിച്ചിരുന്ന പുരുഷന്മാർ ഇപ്പോൾ എൽഡൊറാഡോയെക്കുറിച്ച് സംസാരിക്കുന്നില്ല, സ്വപ്നങ്ങളിൽ പോലുമില്ല. പനി മാറി. അവരുടെ പ്രാർത്ഥനകൾ ഞാൻ സമ്പന്നനാകട്ടെ എന്നതിൽ നിന്ന് ഞാൻ എൻ്റെ വീട് വീണ്ടും കാണട്ടെ എന്നതിലേക്ക് മാറുന്നു. ഇത് സൂക്ഷ്മമാണ്, പക്ഷേ ഒറേല്യാന അത് കാണുന്നു. തെന്നിൽ പോലും. ചരിത്രകാരന്മാർ ഇപ്പോഴും ഈ മാനസിക മാറ്റത്തെ ഒറേല്യാനയുടെ യാത്രയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗങ്ങളിലൊന്നായി ചർച്ച ചെയ്യുന്നു. സാധ്യതകൾക്കെതിരായ അതിജീവനം മാത്രമല്ല, അത് സൃഷ്ടിച്ച ആത്മീയ കണക്കുകൂട്ടലുമായിരുന്നു അത്. ഇത് വെറുമൊരു പര്യവേക്ഷണമായിരുന്നില്ല, അതൊരു തീർത്ഥാടനമായി മാറി. ക്രൂരവും ആവശ്യമില്ലാത്തതുമായ ഒന്ന്, എന്നിരുന്നാലും ഒരു തീർത്ഥാടനം. ഇനി മുതൽ പര്യവേക്ഷണം സ്വർണത്തെ പിന്തുടരുന്നതല്ല, അത് വംശനാശത്തിൽ നിന്ന് ഓടിപ്പോകുകയാണ്. നദിയുടെ ഓരോ മൈലും പിന്നിടുമ്പോഴും അതിജീവന സാധ്യത വർദ്ധിക്കുന്നു. എന്നാൽ അവർ കണ്ട എല്ലാത്തിൻ്റെയും, അവർ ഉപേക്ഷിച്ച എല്ലാത്തിൻ്റെയും ഭാരവും വർദ്ധിക്കുന്നു. അവർ കപ്പലുകൾ കാണുന്നതിനു മുമ്പ് ശബ്ദങ്ങൾ കേൾക്കുന്നു. നേരം പുലരുന്നു. മൂടൽമഞ്ഞ് ഇപ്പോഴും ഒരു നേർത്ത മൂടൽമഞ്ഞു പോലെ നദിയിലേക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഒറേല്ലാന ലീഡ് റാഫ്റ്റിന്റെ മുന്നിൽ നിൽക്കുന്നു. കണ്ണുകൾ ചുരുക്കി, കൈകൾ മടക്കിയും കരകളിൽ ചലനമുണ്ടോ എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. പിന്നെ വീണ്ടും ശബ്ദങ്ങൾ വരുന്നു. ഉയർന്ന പിച്ചിൽ, താളാത്മകമായി, മന്ത്രങ്ങൾ പോലെ. സ്ത്രീകളുടെ ശബ്ദങ്ങൾ. പുരുഷന്മാർ അസ്വസ്ഥതയോടെ ഇളകുന്നു. ശബ്ദം മാത്രമല്ല അവരെ അസ്വസ്ഥരാക്കുന്നത്, അത് ഓർമ്മയാണ്. പുരുഷന്മാരില്ലാതെ ജീവിക്കുന്ന, സമാനതകളില്ലാത്ത ക്രൂരതയോടെ പോരാടുന്ന, കാട്ടിലെ രാജ്ഞികളെപ്പോലെ തങ്ങളുടെ പ്രദേശം സംരക്ഷിക്കുന്ന യോദ്ധാക്കളായ സ്ത്രീകളുടെ മറ്റു ഗോത്രങ്ങൾ മന്ത്രിക്കുന്ന ആ കഥകൾ ആദ്യം അനൗചിത്യമായി തോന്നിയിരുന്നു. ഗ്രീസ് പൗരാണികത കടലുക്കപ്പുറം കൊണ്ടുവന്നതുപോലെ. പക്ഷേ ആമസോണിൽ അനൗചിത്യമെന്നത് പലപ്പോഴും സ്ഥിരീകരിക്കപ്പെടേണ്ട യാഥാർത്ഥ്യമായി തീരുന്നു. ഒറേല്ലാന റാഫ്റ്റുകളുടെ വേഗത കുറയ്ക്കാൻ ക്രൂവിന് സൂചന നൽകുന്നു. ഇടതൂർന്ന മരങ്ങളും താഴ്ന്ന വളർച്ചയും കൊണ്ട് നദി കുത്തനെ മുന്നോട്ട് വളയുന്നു. പിന്നീട് സസ്യജാലത്തിൽ നിന്ന് അവ പ്രത്യക്ഷപ്പെടുന്നു. കനോകൾ, ഡസൻ കണക്കിന്. സൂക്ഷ്മതയോടെ പണിതതും ചുവപ്പും കറുപ്പും ചേർത്ത് പുകഴ്ത്തിയതുമായ വള്ളങ്ങൾ. ഓരോ കാനോയിലും സ്ത്രീകൾ. ഉയരമുള്ളവരും ശക്തിയുള്ളവരും, മുഖം തിളക്കമുള്ള വരകളാൽ അലങ്കരിച്ചവരും, കയ്യിൽ കുന്തങ്ങളും പിന്നാലെ വില്ലുകളും സജ്ജമാക്കിയിരിക്കുന്നു. അവർ തികഞ്ഞ സമന്വയത്തിലാണ്. മുടി പിന്നിലേക്ക് വലിച്ചിഴച്ചിരിക്കുന്നു. ഉറച്ച ഭാവം. അവരോടൊപ്പം പുരുഷന്മാരില്ല. സ്പാനിയർകാർ മരവിച്ചു പോകുന്നു. ഒരാൾ ശ്വാസം മുട്ടി മന്ത്രിക്കുന്നു. ആമസോണുകൾ. ഇതൊരു വിചിത്ര നിമിഷമാണ്. സാധാരണയായി ജീവൻ കൊണ്ട് കാതടപ്പിക്കുന്ന കാട് ഇപ്പോൾ നിശബ്ദതയിലേക്ക് വീഴുന്നു. അതും കാണുന്നതുപോലെ. രണ്ട് ഗ്രൂപ്പുകളും പരസ്പരം നോക്കി, പരസ്പരം ബഹുമാനപൂർവം എന്നാൽ സംശയമുള്ള അകലത്തിലൊഴുകുന്നു. ഒറേല്ലാന തൻ്റെ വാളിനായി കൈനീട്ടുന്നില്ല. അവൻ ഉയർന്നു നിൽക്കുന്നു. കൈകൾ ദൃശ്യമാണ്. ചെറുതായി കുമ്പിടുന്നു. അത് കീഴടങ്ങലല്ല, ഭയമല്ല, ബഹുമാനം മാത്രമാണ്. സ്ത്രീകൾ പ്രതികരിക്കുന്നില്ല. അവർ രൂപരേഖയിൽ തുഴഞ്ഞു. റാഫ്റ്റുകളുടെ വേഗതയ്ക്കനുസരിച്ച്. നദിയിലൂടെ 1 മണിക്കൂർ അവരെ പിന്തുടർന്നു. പിന്നെ ഒരു വാക്കോ നോട്ടമോ ഇല്ലാതെ അവർ ഒരു ഇടുങ്ങിയ പോഷക നദിയിലേക്ക് തിരിഞ്ഞു. അപ്രത്യക്ഷരായി. ഓയ്, യുദ്ധമില്ല, ചർച്ചയില്ല, പേരുകളൊന്നും കൈമാറിയില്ല. ഒരു നിമിഷം മാത്രം. തിരികെ ചങ്ങാടത്തിൽ കയറിയപ്പോൾ അധികം നേരം ആരുമൊന്നും മിണ്ടിയില്ല. പിന്നീട് തീയുടെ ചുറ്റും ഒറേല്യാന തൻ്റെ ഡയറിയിൽ ഭ്രാന്തമായി എഴുതുന്നു. താൻ കണ്ട കാര്യങ്ങൾ, അവരുടെ മുഖങ്ങൾ, ആയുധങ്ങൾ, നിയന്ത്രണം അദ്ദേഹം വിശദമായി വിവരിക്കുന്നു. ഗ്രീക്ക് പുരാണത്തിലെ യോദ്ധാക്കളുടെ പേരുകൾ നൽകി അദ്ദേഹം അവരെ ആമസോണുകൾ എന്ന് വിളിക്കുന്നു. ആ വാക്ക് ഉറച്ചു നിൽക്കുന്നു. തീർച്ചയായും ചരിത്രകാരന്മാർക്ക് ഇപ്പോഴും അദ്ദേഹം യഥാർത്ഥത്തിൽ കണ്ടതിൽ ഭിന്നതയുണ്ട്. ചിലർ വിശ്വസിക്കുന്നത് ഒരുപക്ഷേ
സമൂഹത്തിൻ്റെ ഭാഗമായ ഒരു സ്ത്രീ യോദ്ധാക്കളുടെ ഗോത്രത്തെ അദ്ദേഹം കണ്ടുമുട്ടിയതാണ്. മറ്റുള്ളവർ വാദിക്കുന്നത് അതൊരു തെറ്റിദ്ധാരണയായിരിക്കാം. ഒരുപക്ഷെ പുരുഷന്മാർ വേട്ടയാടുകയായിരുന്നിരിക്കാം, സ്ത്രീകൾ ഗ്രാമത്തെ പ്രതിരോധിച്ചു. അല്ലെങ്കിൽ അതൊരു മനഃപൂർവമായ നാടകമായിരിക്കാം, ആക്രമണകാരികളെ കുഴപ്പത്തിലാക്കാനോ ഭയപ്പെടുത്താനോ ഉദ്ദേശിച്ച ഒരു തദ്ദേശീയ തന്ത്രമായിരുന്നുവെന്നോ. പിന്നെയൊരു ഫ്രിഞ്ച് സിദ്ധാന്തമുണ്ട്. ഒറെല്യാന സ്പാനിഷ് രാജതന്ത്രത്തെ വിസ്മയിപ്പിക്കാൻ ആഗ്രഹിച്ചു, ഈ കഥയെ മുഴുവൻ തന്നെ സൃഷ്ടിച്ചു എന്നാണ് വാദം. എങ്കിലും അവൻ അവകാശപ്പെട്ട കഥ ജീവിതകാലമാകെ നിലനിർത്തി. സസ്യജന്തുജാലങ്ങളുടെ പേരിലല്ല, മറിച്ച് തോണികളിലെ സ്ത്രീകളുടെ ഒരു ക്ഷണികമായ കാഴ്ചയ്ക്കായി ലേബൽ ചെയ്തിരിക്കുന്ന ഒരു മുഴുവൻ ഭൂഖണ്ഡമേ അതിലേക്ക്. ചിലപ്പോഴൊക്കെ ചരിത്രം അങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഒരു വില്ലുനാടും ഒരു നോട്ടവും ഒരു നല്ല കഥയുമിലൂടെ. ആ ആമസോൺ സ്ത്രീകളുമായുണ്ടായ ആ അമൂർത്തമായ നേരത്തെ അനുഭവത്തിന് ശേഷം സംഘത്തിലെ മനോഭാവം മാറ്റമാകുന്നു. അത് പ്രതീക്ഷയല്ല, പക്ഷേ ഭക്തിയോടെയുള്ള ഭയം. പുരുഷന്മാർ കൂടുതൽ നിശബ്ദരാവുന്നു, നദിയുടെ അനിശ്ചിതത്വത്തെ കൂടുതൽ ബഹുമാനത്തോടെ നോക്കുന്നു. എന്നാൽ ഭക്തി ക്ഷീണം അവസാനിപ്പിക്കുന്നില്ല. സാധനങ്ങൾ വീണ്ടും തീർന്നു. പുരുഷന്മാർ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ ഇവിടുത്തെ വെള്ളം കൂടുതൽ ആഴമുള്ളതാണ്, അപരിചിതമാണ്. ഒരു സൈനികൻ സുതാര്യമായ തൊലിയും മനുഷ്യസമാനമായ പല്ലുകളുമുള്ള ഒരു മത്സ്യത്തെ കൊളുത്തിയിടുന്നു. അയാൾ ഒരു വാക്കുപോലും പറയാതെ അതിനെ തിരികെ അറിയുന്നു. മറ്റൊരാൾ നഗ്നപാതനായി ആഴം കുറഞ്ഞ സ്ഥലത്തേക്ക് കാലെടുത്തു വയ്ക്കുന്നു. ചെറുതും വേഗതയുമുള്ളതും എന്തോ ഒന്ന് അയാളുടെ കാലിന് കടിക്കുന്നു. അയാളുടെ കാല് ഒരു തണ്ണിമത്തൻ്റെ വലുപ്പത്തിലേക്ക് വീർക്കുന്നു. 2 ദിവസത്തിനു ശേഷം അണുബാധ മൂലം അയാൾ മരിക്കുന്നു. രോഗം അകറ്റി നിർത്താൻ വേണ്ടി മുൻ ഗ്രാമങ്ങളിൽ നിന്നുള്ള കത്തിയ ഔഷധങ്ങൾ അവർ നദിയിലെ വെള്ളം തിളപ്പിക്കാൻ തുടങ്ങുന്നു. ഇതൽപ്പം സഹായകരമാകുന്നു. എന്നാൽ പുരുഷന്മാരിൽ ഓരോരുത്തർക്കായി ഉഷ്ണമേഖലാ പനിയുടെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നു. വിറയൽ, ഭ്രാന്ത്, മെഴുകുപോലെ വിളറിയ ചർമ്മം. പുരോഹിതന്മാർ ശേഷിക്കുന്നില്ല, മരുന്നുകളില്ല. ഒരല്യാനം മാത്രം തൻ്റെ സംഘത്തിൽ അവശേഷിക്കുന്നതിനെ അജ്ഞാതത്തിലേക്ക് നയിക്കുന്നു. കാട് വീണ്ടും ഉച്ചത്തിൽ വളരുന്നു. തത്തകൾ അവരുടെ മുകളിൽ അലറുന്നു. കുരങ്ങുകൾ വടികളെറിയുന്നു. ഭീമാകാരമായ പ്രാണികൾ മദ്യപിച്ച അമ്പുകൾ പോലെ റാഫ്റ്റിൽ ബോംബിടുന്നു. ഒരു രാത്രി ഒരു ടാപ്പിർ റാഫ്റ്റിൽ കയറാൻ ശ്രമിക്കുന്നു. മൂക്കുകുത്തി, ആക്രമണകാരിയായതിനേക്കാൾ ജിജ്ഞാസയോടെ. പുരുഷന്മാർ അതിനെ ഓടിച്ചു കളയുന്നു. ദിവസങ്ങൾക്കുള്ളിൽ ആദ്യമായി അവർ ചിരിക്കുന്നു. ഒരേലാന പോലും പുഞ്ചിരിക്കുന്നു. എന്നാൽ ഇതിനെല്ലാം പിന്നിൽ അവൻ തളർന്നു പോകുന്നു. അവനിപ്പോൾ രാത്രി മുഴുവൻ ഉറങ്ങുന്നില്ല. അവൻ്റെ ഡയറി എൻട്രികൾ ചെറുതും കൂടുതൽ ക്രമരഹിതവുമാണ്. ചില എൻട്രികൾ പ്രാർത്ഥനയുടെ ശകലങ്ങൾ പോലെയാണ് വായിക്കുന്നത്. ഒന്ന് ചലിതമായി വായിക്കുന്നു: കാട്ടിൽ മരങ്ങൾ പ്രതിധ്വനിക്കാത്ത ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ അർത്ഥം അദ്ദേഹം വിശദീകരിക്കുന്നില്ല. പിന്നെ മറ്റൊരു അത്ഭുതം: നദിയുടെ അരികിൽ ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഗ്രാമം അവർ കണ്ടെത്തുന്നു. ഇത് വലുതും കൂടുതൽ സംഘടിതവുമാണ്. ഡസൻ കണക്കിന് വീടുകൾ, വൃത്തിയായ പാതകൾ, പാചക തീയിൽ നിന്നുള്ള പുക. ഇവിടുത്തെ ആളുകൾ ജാഗ്രത പാലിക്കുന്നു, എന്നാൽ ശത്രുത പുലർത്തുന്നില്ല. അവർ സ്പെയിൻകാരെ ഡോക്ക് ചെയ്യാനും വിശ്രമിക്കാനും അനുവദിക്കുന്നു. മെലിഞ്ഞതും പൊള്ളയായ കണ്ണുകളുമുള്ള ഒരേലാന കസാബ, പുകച്ച മാംസം എന്നിവയ്ക്ക് പകരമായി ട്രിങ്കറ്റുകളും ഇരുമ്പും നൽകുന്നു. അവൻ സമുദ്രത്തെക്കുറിച്ച് ചോദിക്കുന്നു. ഒരു ഗ്രാമീണൻ കിഴക്കോട്ട് ചൂണ്ടി തിരമാലകളുടെ ശബ്ദം അനുകരിക്കുന്നു. നദി വിശാലമാകുന്നു, വൻതോതിൽ. വെള്ളത്തിൻ്റെ നിറവും മാറിക്കൊണ്ടിരിക്കുന്നു, ഉപ്പുരസമുള്ളതായി മാറുന്നു. ഇവിടുത്തെ പക്ഷികൾ വ്യത്യസ്തരാണ്. വായുവിന് കൂടുതൽ ഗന്ധമുണ്ട്. അറ്റ്ലാന്റിക് അടുത്താണ്. പുരുഷന്മാർ ആർപ്പ് വിളിക്കുന്നില്ല. അവർക്കതിനായി വളരെ ക്ഷീണിതരാണ്. പക്ഷേ അവരുടെ മേലൊരു നിശബ്ദത വീഴുന്നു. സ്വന്തം സഹിഷ്ണുതയോടല്ല, മറിച്ച് അവരെ കൊല്ലാൻ പോകുന്ന നദിയോടുള്ള ഒരു തരം ബഹുമാനമാണ്. ആ രാത്രിയിൽ അവർ റാഫ്റ്റിൽ ഒരു ചെറിയ തീ കത്തിക്കുന്നു. ആരും കഥകൾ പറയുന്നില്ല, ആരും പാടുന്നില്ല. പക്ഷെ അവരെല്ലാം അവിടെ ഇരുന്നു, തോളോട് തോൾ ചേർന്ന്, നിശബ്ദരായി. രാത്രിയിൽ ഈ ചെറിയ ചൂട് പോലും
അപ്രത്യക്ഷമാകുമോ എന്ന് ഭയപ്പെടുന്നത് പോലെ തീ പൊട്ടുന്നത് നോക്കിക്കണ്ടു. മറ്റുള്ളവർ ഉറങ്ങിപ്പോയതിനു ശേഷം ഒരേലാന വളരെ വൈകി ഉണരുന്നിരിക്കും. തീയുടെ വെളിച്ചത്തിൽ എഴുതുന്നു. അവൻ നദിയെക്കുറിച്ചും സ്ത്രീകളെക്കുറിച്ചും കാണുന്നതും സംസാരിക്കാത്തതുമായ വനത്തെക്കുറിച്ചും എഴുതുന്നു. അദ്ദേഹത്തെക്കാൾ മികച്ച ഒരു വരി അവൻ എഴുതുന്നു. ഈ നദിക്ക് അവസാനമില്ല, രാജാക്കന്മാരെ വിഴുങ്ങുന്ന ഒരു വായ് മാത്രം. ഇപ്പോൾ നദി ഒരു വഴി പോലെ തോന്നുന്നില്ല, മറിച്ച് ഒരു കഥാപാത്രത്തെ പോലെയാണ്. അവൻ്റെ മാനസികാവസ്ഥകൾ എല്ലാം നിർണയിക്കുന്നു. ചില പ്രഭാതങ്ങളിൽ അത് ഗ്ലാസ് പോലെ മിനുസമാർന്നതും ശ്വാസം പോലെ നിശബ്ദവുമാണ്. മറ്റു ദിവസങ്ങളിൽ അതൊരു മൃഗത്തെപ്പോലെ ആഞ്ഞടിക്കുന്നു. അതിൻ്റെ ഒഴുക്ക് ശക്തമായി വലിക്കുന്നു. ഭൂപടങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കരുതുന്ന മനുഷ്യരുടെ സ്വപ്നങ്ങളും വലിച്ചിഴയ്ക്കുന്നു. ഒറല്യാന അത് നിരന്തരം നിരീക്ഷിക്കുന്നു. ഉറക്കത്തിൽ പോലും അവൻ അത് കേൾക്കുന്നു. ചിലപ്പോൾ അവൻ ശ്വാസം മുട്ടി അതിനോട് സംസാരിക്കുന്നു. കഠിനവും കരുണാമയനുമായ ഒരു ദൈവത്തോട് സംസാരിക്കുന്നത് പോലെ പിറുപിറുക്കുന്നു. എല്ലാത്തിനുമുപരി അതവനെ ഒഴിവാക്കിയിരിക്കുന്നു. ഇപ്പോൾ പര്യവേക്ഷണം 15 പുരുഷന്മാരിലേക്ക് ചുരുങ്ങി. മിക്കവരും രോഗികളാണ്, മുടന്തരാണ്, പൊള്ളലേറ്റവരാണ്. സൂര്യപ്രകാശം കൊണ്ട് വെറും മനുഷ്യനായി മാറിയിരിക്കുന്നു. അവരുടെ വസ്ത്രങ്ങൾ മുന്തിരിവള്ളികളും പുറന്തൊളികളും കൊണ്ട് തുന്നിച്ചേർത്തിരിക്കുന്നു. അവരുടെ വാളുകൾ തുരുമ്പെടുത്തിരിക്കുന്നു. അവരുടെ കസ്തൂരി രംഗങ്ങൾ തീയിട്ടു. പക്ഷേ അവരുടെ കണ്ണുകളോ ഇപ്പോഴും മുന്നോട്ട് നോക്കുന്നു. കാരണം മാസങ്ങളിൽ ആദ്യമായി അവർക്ക് ഉപ്പ് മണക്കുന്നു. അത് സൂക്ഷ്മമായി ആരംഭിക്കുന്നു. ഒരിക്കൽ ജീർണതയും ധാന്യക്കളും കൊണ്ട് മധുരമുള്ള നദി ഇപ്പോൾ തുറന്ന കടലിൻ്റെ പുക വഹിക്കുന്നു. അവയ്ക്കു മുകളിൽ ആകാശം വിശാലമാകുന്നു. മരങ്ങൾ വിരളമായി വളരുന്നു. കുറച്ചു പക്ഷികൾ, കൂടുതൽ കാറ്റ്. പിന്നെ അവർ അത് കാണുന്നു. വേലിത്തായരം. ആദ്യം അത് എന്തോ അദൃശ്യമാണ്. നദി മങ്ങുന്നതുപോലെ ഒരു ചെറിയ പിന്നാക്കു വലിക്കലാണ്. പക്ഷേ പിന്നീടത് വീണ്ടും ശക്തമായി വരുന്നു. നദി മുകളിലേക്ക് വലിക്കുന്നു. വേലിത്തായരം. അറ്റ്ലാന്റിക് സമുദ്രം അടുത്തിരിക്കുന്നുവെന്നതിൻ്റെ തെളിവ്. മനുഷ്യർ അവർ നിൽക്കുന്നിടത്ത് തന്നെ വീഴുന്നു. ചിലർ കരയുന്നു. മറ്റുള്ളവർ ഡെക്കിൽ മലർന്നു കിടക്കുന്നു. അവരുടെ കണ്ണുകൾ ശൂന്യമാണ്. ഇത് വിജയമല്ല, ഇത് അതിജീവനമാണ്. അതിജീവനം അത്രയും അസംസ്കൃതമാണെങ്കിൽ അതിൽ ആഘോഷമൊന്നുമില്ല. ഒറല്യാന കരയുന്നില്ല. പക്ഷേ അവൻ മുട്ടുകുത്തി നദിയിൽ കൈവച്ചിട്ട് വളരെ നേരം അവിടെ പിടിച്ചുനിന്നു. ആ ദിവസം പിന്നീട് ഒരു പഴയ പോർച്ചുഗീസ് മത്സ്യബന്ധന കേന്ദ്രത്തിന്റെ അവശിഷ്ടങ്ങൾ പോലെ തോന്നിക്കുന്ന ഒരു തീരം അവർ കാണുന്നു. മണലിൽ പകുതി കുഴിച്ചിട്ടിരിക്കുന്ന സൂര്യപ്രകാശവും വേലിയേറ്റവും മൂലം മരം വികൃതമായിരിക്കുന്നു. ആളുകളില്ല. കടൽക്കാക്കകൾ, കുറച്ച് തകർന്ന കലങ്ങൾ, തുരുമ്പിച്ച നങ്കൂരം. എന്നാൽ അതിനർത്ഥം അവരത് ചെയ്തു എന്നാണ്. അവർ തെക്കേ അമേരിക്ക കടന്നിരിക്കുന്നു. ആൻഡീസ് മുതൽ അറ്റ്ലാന്റിക് വരെ. പുരാണത്തിൽ നിന്ന് ചെളിയിലേക്ക്, വിശപ്പിൽ നിന്ന് ചരിത്രത്തിലേക്ക്. ആമസോൺ നദിയുടെ മുഴുവൻ നീളവും രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ നാവിഗേഷനാണിത്. സ്പെയിനിൽ ആർക്കും അറിയില്ല. കാരണം ഇതുവരെ വിജയകരമായ ഒരു തിരിച്ചുവരവില്ല. മുന്നിൽ സമുദ്രം മാത്രം, അതിനപ്പുറം അജ്ഞാതമായത്. അവർ വന്ന വഴിക്ക് തിരികെ പോവാൻ കഴിയില്ലെന്ന് ഒറല്യാനയ്ക്കറിയാം. പർവ്വതങ്ങൾക്ക് മുകളിലൂടെ കാട്ടിലൂടെയുള്ള ആ പാത എന്നേക്കുമായി അടച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു പുതിയ ദൗത്യം വരുന്നു. ഒരു കപ്പൽ കണ്ടെത്തുക, നാഗരികതയിലെത്തുക, അവർ കണ്ടത് റിപ്പോർട്ട് ചെയ്യുക. അവർ തീരത്ത് ദിവസങ്ങളോളം പൊങ്ങിക്കിടക്കുന്നു. തീരപ്രദേശത്തെ ആലിംഗനം ചെയ്യുന്നു. ഇത് പരുക്കനാണ്. അറ്റ്ലാന്റിക് നദിയേക്കാൾ സൗഹൃദപരമല്ല. തിരമാലകൾ ചങ്ങാതങ്ങളെ ആലിംഗനം ചെയ്യുന്നു. കാറ്റ് അവരുടെ മുഖത്ത് ആഞ്ഞട്ടിക്കുന്നു. ഉപ്പുരസമുള്ള വായു അവരുടെ കണ്ണുകൾ പൊള്ളിക്കുന്നു. പക്ഷേ അവർ മുന്നോട്ട് നീങ്ങുന്നു. ഒടുവിൽ അവർ ആമസോണിന്റെ വായിലെത്തുന്നു. ഒരു രാജ്യം പോലെ വിശാലമായി വരുന്നു. നദി എവിടെ അവസാനിക്കുന്നുവെന്നും സമുദ്രം ആരംഭിക്കുന്നുവെന്നും പറയാൻ പ്രയാസമാണ്. വെള്ളം ഇളകിമറിയുന്നു. തവിട്ട് നിറത്തിൽ നീലയും മധുരവും ഉപ്പും കൂടിച്ചേരുന്നു. ലോകങ്ങൾ തമ്മിലുള്ള ഒരു അതിർത്തി പോലെയാണത് അനുഭവപ്പെടുന്നത്. ചില വഴികളിൽ അതങ്ങനെയാണ്. ഇവിടെ അവർ യൂറോപ്യൻ ജീവിതത്തിന്റെ അടയാളങ്ങൾ കാണുന്നു. ചക്രവാലത്തിലൊരു വിദൂര കപ്പൽ, ഉൾനാടുകളിൽ നിന്നുള്ള മരപ്പുകയുടെ ഗന്ധം. അവസാനത്തെ തള്ളിനോടെ അവർ തങ്ങളുടെ തകർന്ന ചങ്ങാടത്തെ ഒരു കടൽ തീരത്തേക്ക് നയിക്കുന്നു.
അവരത് നേടിയിരിക്കുന്നു. സ്വർണത്തിലേക്കല്ല, മഹത്വത്തിലേക്കല്ല, പക്ഷെ വളരെ അപൂർവമായ ഒന്നിലേക്ക്, നദിയുടെ അറ്റത്തേക്ക്. ഒരല്യാന വീഴുന്നില്ല. അവൻ മണലിൽ ചവിട്ടി കുനിഞ്ഞ് അതിൽ നിന്നൊരു പിടിയെടുത്ത് അത് വിരലുകൾക്കിടയിൽ വീഴാൻ അനുവദിക്കുന്നു. പിന്നെ അവൻ ചക്രവാലത്തിലേക്ക് നോക്കുന്നു. ഇനി എന്ത്? കഥ ഇവിടെ അവസാനിക്കില്ലെന്നവൻ അറിയാം. അവൻ പറഞ്ഞത് ശരിയാണ്. തുടർന്നുള്ള മാസങ്ങളിൽ ഒറല്യാനയും ശേഷിക്കുന്ന ആളുകളും കാൽനടയായും ചെറിയ ബോട്ടുകളിലും സഞ്ചരിച്ച് ഒടുവിൽ സ്പാനിഷ് നിയന്ത്രണത്തിലുള്ള പ്രദേശത്തെത്തിച്ചേരും. അവിടെ നിന്ന് സ്പെയിനിലേക്ക് വാർത്തയയക്കും, കത്തുകൾ എഴുതും, രാജാവിന് റിപ്പോർട്ടുകൾ നൽകും. അദ്ദേഹത്തിൻ്റെ നേട്ടത്തിൻ്റെ വലുപ്പം എത്രയാണെന്ന് നോക്കൂ. 4000 മൈൽ മാപ്പ് ചെയ്യപ്പെടാത്ത നദി നാവിഗേറ്റ് ചെയ്തു, ട്രൈബ്സിനെ കണ്ടുമുട്ടി, മാപ്സ് തിരുത്തി, ഐതിഹ്യങ്ങൾ സൃഷ്ടിച്ചു. എന്നിട്ടും ഫ്രാൻസിസ്കോ ഡി ഒരലാന എന്ന പേര് മഹാന്മാരായ എക്സ്പ്ലോറേഴ്സിൻ്റെ പട്ടികയിൽ ഒരിക്കലും ഇടം നേടിയിട്ടില്ല. ഇന്നത്തെ ചരിത്രകാരന്മാർ ഇപ്പോഴും അതിനെക്കുറിച്ച് ആശയക്കുഴപ്പത്തിലാണ്. അദ്ദേഹത്തിൻ്റെ യാത്രയിൽ കീഴടക്കലിൻ്റെ അഭാവമായിരുന്നു. സ്വർണമോ അടിമകളോ പിടിക്കപ്പെട്ട രാജാവോ ആയി അദ്ദേഹം മടങ്ങിവരാത്തതുകൊണ്ടാണോ? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥ സ്പെയിൻ ഇഷ്ടപ്പെടുന്ന വീരകഥയുമായി പൊരുത്തപ്പെടുന്നില്ലേ? അല്ലെങ്കിൽ ഒരുപക്ഷെ ആമസോൺ തന്നെ കുറ്റപ്പെടുത്താം. ബോട്ടുകൾ വിഴുങ്ങുന്ന രീതിയിൽ അത് കഥകളെ വിഴുങ്ങുന്നു, പതുക്കെ, നിശബ്ദമായി, ക്ഷമാപണം കൂടാതെ. പക്ഷേ ഒരലാനയ്ക്ക് അതൊരിക്കലും പ്രശ്നമായിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ പര്യവേഷണത്തിനായി അദ്ദേഹം ആമസോണിലേക്ക് മടങ്ങും. അതതുപോലെ അവസാനിക്കില്ല. പനിയും പട്ടിണിയും അദ്ദേഹത്തെ ഏറ്റെടുക്കും. ഒരിക്കൽ അദ്ദേഹം കീഴടക്കിയ അതേ കാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ശരീരം അപ്രത്യക്ഷമാകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യ യാത്രയോ അതൊരടയാളം അവശേഷിപ്പിച്ചു. ഭൂപടങ്ങളിൽ മാത്രമല്ല, പുരാണത്തിലും. കാരണം അടുത്ത തവണ ആരെങ്കിലും ആമസോൺ എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ അവരൊരു നദിക്ക് മാത്രമല്ല, ഒരു കഥയ്ക്കും പേരിടും. ഒരതിജീവനം, പ്രേതങ്ങളുടെയും സ്ത്രീ യോദ്ധാക്കളുടെയും ഭൂമി തീരുന്നതുവരെ കിഴക്കോട്ട് പൊങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യൻ്റെയും ഒരു കഥ. നിങ്ങളും ഇപ്പോൾ ഈ കഥ കേട്ടിരിക്കുന്നു. യാത്ര അവസാനിച്ചതിനു ശേഷം സമയമൊരു വിചിത്രമായ കാര്യം ചെയ്യുന്നു. അത് നീളുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. ഒരു കൊളോണിയൽ തുറമുഖത്ത് തിരിച്ചെത്തിയ ഒറല്ലാനയ്ക്കും മാത്രമാണ് എല്ലാം അവസാനിച്ചെന്ന ബോധം വരാത്തത്. വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഒറ്റപ്പെട്ടതായി തോന്നുന്നു. മറ്റെല്ലാവരും മുന്നോട്ടു പോകുകയാണ്, കെട്ടിപ്പടുക്കുന്നു, വ്യാപാരം നടത്തുന്നു, തന്ത്രങ്ങൾ നെയ്യുന്നു. പക്ഷെ ഒറലാന്, അവൻ എപ്പോഴും എവിടെയോ പുഴയുടെ രണ്ടേറിയക്കരകളുടെ മധ്യേ ആത്മാവായി അലയുകയാണ്. അദ്ദേഹം എഴുതുന്നു, കോപത്തോടെ. ജേണലുകളിൽ, രാജാവിനുള്ള കത്തുകളിൽ, വായിച്ചു തീർത്ത കുറിപ്പ് പുസ്തകങ്ങളിലും, കടമെടുത്തതും പകുതി കത്തിച്ചതുമായ നോട്ട്ബുക്കുകളിൽ. വിറയ്ക്കുന്ന കൈകളോടെ അദ്ദേഹം ഭൂപടങ്ങൾ വരയ്ക്കുന്നു. ഓർമ്മയിൽ നിന്ന് നദിയിലെ വളവുകൾ വരയ്ക്കുന്നു. ഗ്രാമങ്ങളെ പകുതി ഊഹിച്ച പേരുകൾ ഉപയോഗിച്ച് അദ്ദേഹം ലേബൽ ചെയ്യുന്നു. ഒരു ഭൂഖണ്ഡത്തിനു കുറുകെ നീണ്ടു നിൽക്കുന്ന ചിലന്തിക്കാലുകൾ പോലെ ആമസോൺ പോഷക നദികളെ വരയ്ക്കുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്ത് വിശദമാണ്, പലപ്പോഴും വളരെ വിശദമായിരിക്കാം. ചില സ്പാനിഷ് ഉദ്യോഗസ്ഥർ പുരികമുയർത്തുന്നു. സ്ത്രീയോദ്ധാക്കളോ, നരഭോജി ഗോത്രങ്ങളോ, ഗ്വാഡൽക്വീവറിനേക്കാൾ 10 ഇരട്ടി വീതിയുള്ള നദിയോ? ചിലർ അദ്ദേഹം അതിശയോക്തി കാണിക്കുന്നത് എന്ന് കരുതുന്നു, മറ്റു ചിലർ അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് കരുതുന്നു. എന്നിട്ടും ഒറല്ലാന അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു, ഇത് ഫാൻറ്റസി ആയിരുന്നില്ല, ചെളിയിലും രക്തത്തിലും സ്വപ്നത്തിലും കുതിർന്ന വസ്തുതയായിരുന്നു അത്. ആമസോണിൻ്റെ വലിപ്പം, ആഴ്ചകളോളം ആകാശം എങ്ങനെ അപ്രത്യക്ഷമായി എന്ന് അദ്ദേഹം വിവരിക്കുന്നു. സൂര്യപ്രകാശത്തിൽ പിങ്ക് നിറമാകുന്ന ഡോൾഫിനുകളെക്കുറിച്ചും മുറിക്കുമ്പോൾ രക്തം വരുന്ന മരങ്ങളെക്കുറിച്ചും ഒരു സ്പർശനത്തിലൂടെ മനുഷ്യനെ കൊല്ലാൻ കഴിയുന്ന തവളകളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നു. പക്ഷേ 16-ാം നൂറ്റാണ്ടിലെ യൂറോപ്പ് ആ സത്യം വിശ്വസിക്കാൻ പൂർണ്ണമായും തയ്യാറായിട്ടില്ല. അവർക്ക് സ്വർണം വേണം, ഭംഗിയായി പാക്ക് ചെയ്ത വിക്ടറി. പക്ഷേ ഒറല്ലാന കൊണ്ടുവരുന്നത് വ്യത്യസ്തമായൊരു നിധിയാണ്, മിസ്റ്ററി. അത് വിൽക്കാൻ പ്രയാസമാണ്. എന്നിരുന്നാലും പര്യവേഷകരും ഭൂപട നിർമ്മാതാക്കളും പണ്ഡിതന്മാരുമിടയിൽ അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ചുള്ള വാർത്ത പ്രചരിക്കുന്നു. കോർട്ടസിനോ പിസാരോയ്ക്കോ ചെയ്തതുപോലെ സ്പാനിഷ് കിരീടം അദ്ദേഹത്തിന് പ്രതിഫലം നൽകുന്നില്ലെങ്കിലും അവർ കൂടുതൽ അപകടകരമായ മറ്റൊന്നു ചെയ്യുന്നു. അവർ രണ്ടാമത്തെ പര്യവേക്ഷണത്തിന് അംഗീകാരം നൽകുന്നു. അതെ, നഷ്ടം, കുഴപ്പങ്ങൾ, മരണങ്ങൾ, അദ്ദേഹം ഉപേക്ഷിച്ച അദൃശ്യമായ പാത എന്നിവയുണ്ടായിട്ടും
സ്പാനിഷ് കോടതി അവിടെ എന്തോ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അവകാശപ്പെടാൻ ഭൂമി, വിളവെടുക്കാൻ സമ്പത്ത്, കീഴടക്കാൻ പ്രദേശങ്ങൾ. ഒരിറ്റൽ അതിനെ അതിജീവിച്ച മനുഷ്യനേക്കാൾ നന്നായി അതിനെ നയിക്കേണ്ടത് ആരാണ്? ഫ്രാൻസിസ്കോ ഡി ഒറെല്ലാന സമ്മതിക്കുന്നു. എന്തുകൊണ്ട്? അത് യൂഹിക്കാൻ പ്രയാസമാണ്. ഒരുപക്ഷെ അത് അഭിലാഷമായിരിക്കാം, ഒരുപക്ഷെ അത് അഭിമാനമായിരിക്കാം. കടലിലെത്തിയതിനു ശേഷവും നദിയിലേക്ക് തന്നെ ഉറ്റുനോക്കാൻ അവനെ പ്രേരിപ്പിച്ച അതേ ആകർഷണീയതയായിരിക്കാം അത്. അല്ലെങ്കിൽ കുറച്ചുകൂടി ശാന്തമായ ഒന്നായിരിക്കാം അത്. കഥ ശരിയായി പൂർത്തിയാക്കാനുള്ള ആഗ്രഹം. 1545 അവൻ തിരിച്ചുവരവ് ആസൂത്രണം ചെയ്യാൻ തുടങ്ങി. അവൻ കപ്പലുകളും വിഭവങ്ങളും പുതിയൊരു സംഘത്തെയും ശേഖരിക്കുന്നു. ഇത്തവണ കൂടുതൽ ആയുധധാരികളും മികച്ച സജ്ജീകരണങ്ങളുമുള്ളവൻ. അറ്റ്ലാന്റിക് തീരം വഴി ആമസോണിൽ പ്രവേശിച്ച് യാത്ര വിപരീത ദിശയിൽ പിന്തുടരുക, വഴിയിൽ ഔട്ട്പോസ്റ്റുകൾ സ്ഥാപിക്കുക എന്നതാണ് പദ്ധതി. ഇതൊരു ധീരമായ ആശയമാണ്. ഇതും വിധിക്കപ്പെടുന്നു. തുടക്കത്തിൽ തന്നെ പര്യവേക്ഷണം ശപിക്കപ്പെട്ടതാണ്. കാലതാമസം, കൊടുങ്കാറ്റുകൾ, വൈരുദ്ധ്യമുള്ള ഉത്തരവുകൾ. യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് ചില പുരുഷന്മാർ ഉപേക്ഷിക്കുന്നു. സാഹചര്യങ്ങൾ വഷളാകുമ്പോൾ മറ്റുള്ളവർ കലാപം നടത്തുന്നു. സാധനങ്ങൾ ചീഞ്ഞഴുകിപ്പോകുന്നു. നാവിഗേഷൻ പിശകുകൾ അവരെ വഴിതെറ്റിക്കുന്നു. പിന്നെ ഏറ്റവും മോശം ഭാഗമെന്തെന്നാൽ നദി അവനെ തിരികെ സ്വാഗതം ചെയ്യുന്നില്ല. ആ മഹത്തായ ജലനിഴൽ മന്ദിരമായ ആമസോൺ പുഴ ഒറല്ലിയാന ഓർമ്മിക്കുന്നത് പോലെയുള്ളതല്ല. അല്ലെങ്കിൽ അതേ പുഴ തന്നെയായിരിക്കാം, എന്നാൽ ഒറല്ലിയാനയാണ് മാറിയിരിക്കുന്നത്. വയസ്സായി, മന്ദഗതിയുള്ളവനായി, വേഗത്തിൽ തകർന്നു പോകുന്നവനായി. കാരണം എന്തു തന്നെയായാലും നദി വഴങ്ങുന്നില്ല. ഇത്തവണ കാട് നിസ്സംഗത മാത്രമല്ല, അത് ശത്രുതയുള്ളതുമാണ്. ഒരിക്കൽ അവരെ സഹിച്ചിരുന്ന ഗോത്രങ്ങൾ ഇപ്പോൾ രോഗത്തിൻ്റെ വ്യാപനം ഓർക്കുന്നു. മറ്റുള്ളവർ പൂർണ്ണമായും പുതിയവരാണ്. അവരുടെ ആദ്യ മതിപ്രകൾ ദയയുള്ളതല്ല. മൃഗങ്ങൾ പോലും കൂടുതൽ ധൈര്യശാലികളായി കാണപ്പെടുന്നു. ദൂരെ നിന്ന് കണ്ട ഒരു ജാഗ്വാർ 3 രാത്രികൾ പര്യവേക്ഷണത്തെ പിന്തുടരുന്നു. ഇരട്ട നക്ഷത്രങ്ങളെപ്പോലെ അതിൻ്റെ കണ്ണുകൾ തീജ്വാലയെ പ്രതിഫലിപ്പിക്കുന്നു. ഒരല്ലിയാന ദുർബലനാകുന്നു. വനിതാ യോദ്ധാക്കളെക്കുറിച്ചും പിങ്ക് ഡോൾഫിനുകളെക്കുറിച്ചും വെള്ളത്തിനടിയിൽ നിന്ന് തന്നോട് മന്ത്രിക്കുന്ന തൻ്റെ ആദ്യ സംഘത്തെയും കുറിച്ച് അയാൾക്ക് ഇപ്പോഴും സ്വപ്നങ്ങളുണ്ട്. അദ്ദേഹം കുറച്ചെഴുതുന്നു, കുറച്ചു സംസാരിക്കുന്നു. ഒടുവിൽ കാട്ടിൽ എവിടെയെങ്കിലും ആഴത്തിൽ ഫ്രാൻസിസ്കോ ഡി ഒറെല്ലിയാന മരിക്കുന്നു. കൃത്യമായ സ്ഥലം ആരും രേഖപ്പെടുത്തിയിട്ടില്ല. ആ സ്ഥലത്തെ അടയാളപ്പെടുത്തുന്ന ഒരു മഹത്തായ സ്മാരകവുമില്ല. അദ്ദേഹത്തിൻ്റെ ശവകുടീരം, അത് നിലവിലുണ്ടെങ്കിൽ തന്നെ അത് മുന്തിരിവള്ളികളും നിശബ്ദതയും കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം എങ്ങനെ മരിച്ചുവെന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. ചിലർ മലേറിയ എന്നാണ് പറയുന്നത്, മറ്റു ചിലർ പട്ടിണി എന്നാണ് പറയുന്നത്. ചില വിവരണങ്ങൾ വിശ്വാസവഞ്ചനയെ സൂചിപ്പിക്കുന്നു. ഒരു എതിരാളി ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ പാനീയത്തിൽ വിഷം കലർത്തി. എന്നാൽ മിക്കവരും ഒരു കാര്യത്തിൽ യോജിക്കുന്നു: ആമസോൺ അദ്ദേഹത്തെ തിരികെ കൊണ്ടുപോയി. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ആദ്യ യാത്ര നിലനിൽക്കുന്നു. റിയോ ഡി ഒറേലാന എന്ന നദിയെ ലേബൽ ചെയ്ത പഴയ ഭൂപടങ്ങളിൽ ഇത് നിലനിൽക്കുന്നു. ഇപ്പോൾ സ്പാനിഷ് ആർക്കൈവുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന പൊടിപിടിച്ച ജേണലുകളിൽ ഇത് നിലനിൽക്കുന്നു. ആമസോൺ എന്ന വാക്കിൽ ഇത് നിലനിൽക്കുന്നു. നാട്ടുകാർ നൽകിയതല്ല, മറിച്ച് ഒരിക്കൽ സ്ത്രീകളെ തോണികളിൽ കണ്ടുകയും അവരെ ഇതിഹാസങ്ങളാക്കി മാറ്റുകയും ചെയ്ത ക്ഷീണിതനും താടിയുള്ളതുമായൊരു പര്യവേക്ഷകൻ നൽകിയ പേരാണിത്. കാട്ടിലെ ഭീകരതകളുടെയും നദിയിലെ പ്രേതങ്ങളുടെയും നഷ്ടപ്പെട്ട നഗരങ്ങളുടെയും എല്ലാ ക്യാമ്പ് ഫയർ കഥകളിലും ഇത് നിലനിൽക്കുന്നു. കാരണം എൽഡൊറാഡോയുടെ ഇതിഹാസം പര്യവേക്ഷണത്തോടെ മരിച്ചില്ല. എന്തായാലും ഒറേലാനയുടെ യാത്ര അതിന് ഇന്ധനം നൽകി. തെക്കേ അമേരിക്കയുടെ ഉൾപ്രദേശങ്ങളിലെ വിശാലമായ നാഗരികതകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് ശേഷം കൂടുതൽ കാടായി. വലിയ ഗ്രാമങ്ങളെയും സങ്കീർണമായ സമൂഹങ്ങളെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ പിന്നീട് സന്ദേഹവാദികൾ തള്ളിക്കളഞ്ഞു. അടുത്തിടെ ആധുനിക പുരാവസ്തുശാസ്ത്രത്തിൽ പ്രതിധ്വനികൾ കണ്ടെത്തി. അതെ, ആധുനിക പുരാവസ്തു ഗവേഷകർ ലിഡാർ
ഉപഗ്രഹ ചിത്രങ്ങൾ എന്നിവയുപയോഗിച്ച് പുരാതന ആമസോണിയൻ നഗരങ്ങളുടെ തെളിവുകൾ ഇപ്പോൾ കണ്ടെത്തുന്നു. ഗ്രിഡുകൾ, റോഡുകൾ, മേലാപ്പിനടിയിൽ മറഞ്ഞിരിക്കുന്ന പിരമിഡുകൾ പോലും. ഒരുപക്ഷേ ഒരേലാന ഭ്രമാത്മകമായിരുന്നില്ലെന്ന് തോന്നുന്നു. ഒരുപക്ഷേ അദ്ദേഹം വളരെ നേരത്തെയായിരുന്നു. വിശ്വസിക്കാൻ വളരെ നേരത്തെ, ക്രെഡിറ്റിനു വളരെ നേരത്തെ. അങ്ങനെ ഫ്രാൻസിസ്കോ ഡി ഒറേലാന പര്യവേക്ഷണ യുഗത്തിൽ അപൂർവമായ ഒന്നായി മാറി. മറന്നുപോയ ഒരു പയനിയർ. മായ്ക്കപ്പെട്ടില്ല, അവഗണിക്കപ്പെട്ടില്ല, വെറും തെറ്റായി ഫയൽ ചെയ്തിരിക്കുന്നു. പ്രവാചകൻ എന്നതിന് പകരം ഭ്രാന്തൻ എന്ന് ലേബൽ ചെയ്തിരിക്കുന്നു. എന്നാൽ സമീപ വർഷങ്ങളിൽ പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ യാത്ര പുനഃപരിശോധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു വിജയകഥയായിട്ടല്ല, മറിച്ച് ഒരു ആകസ്മികമായ നരവംശാസ്ത്രമായി, സംസ്കാരങ്ങളുടെയും നദികളുടെയും പ്രതിരോധശേഷിയുടെയും ദുർബലമായ രേഖയായി. യൂറോപ്പ് സങ്കൽപ്പിച്ചതിലും വളരെ സമ്പന്നമായ ഒരു കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പുള്ള ആമസോണിനെക്കുറിച്ചുള്ള ഒരു നേർക്കാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. ഇത് ചോദ്യമുയർത്തുന്നു: ആരും വിശ്വസിക്കാത്ത മറ്റെന്താണ് അദ്ദേഹം കണ്ടത്? ഒറെല്ലാന അവസാനമായി കാട്ടിൽ അപ്രത്യക്ഷനായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പേര് തലക്കെട്ടിനേക്കാൾ കൂടുതൽ മങ്ങലായി മാറുന്നു. സ്വർണത്തിനും പ്രദേശത്തിനും വേണ്ടി എപ്പോഴും ദാഹിക്കുന്ന സ്പാനിഷ് സാമ്രാജ്യം അതിൻ്റെ ശ്രദ്ധ മറ്റെവിടേക്കോ തിരിച്ചുവിടുന്നു. എളുപ്പമുള്ള കൊള്ളയടിക്കലിലേക്കും കൂടുതൽ അനുസരണയുള്ള നദികളിലേക്കും. അതേസമയം ആമസോൺ വളരെ വന്യമായും അജ്ഞാതമായും വളരെ ഈർപ്പമുള്ളതായും തുടരുന്നു. എന്നാൽ അടുത്ത കുറച്ചു നൂറ്റാണ്ടുകളിൽ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒറെൽനാനയുടെ കഥ യഥാർത്ഥത്തിൽ ആഘോഷിക്കപ്പെടുന്നില്ലെങ്കിലും അപ്രത്യക്ഷമാകാൻ വിസമ്മതിക്കുന്നു. അത് കോൺക്വിസ്റ്റഡോർ ഡയറികളുടെ പേജുകൾക്കിടയിൽ ഒലിച്ചിറങ്ങുന്നു. കൊളോണിയൽ രേഖകളുടെ അടിക്കുറിപ്പുകളിലേക്ക് വഴുതി വീഴുന്നു. പുരാതന ഭൂപടങ്ങളുടെ അരികുകളിലേക്ക് ചുരുളുന്നു. കടൽ രാക്ഷസന്മാരും അസാധ്യമായ തീരപ്രദേശങ്ങളും നിറഞ്ഞ ആ പഴയതും മനോഹരവുമായ കാര്യങ്ങൾ. റിയോ ഡി ഒറെല്ലാന എന്ന് അവർ അതിനെ മുല്ലപ്പൂക്കളുള്ള മഷി സ്ട്രോക്കുകൾ കൊണ്ട് ലേബിൾ ചെയ്യുന്നു. ആമസോൺ അല്ല, അദ്ദേഹത്തിൻ്റെ പേര് മാത്രം, അദ്ദേഹത്തിൻ്റെ നദി. എന്നിട്ടും ആമസോണിൻ്റെ ഇതിഹാസം വളരുന്നു. അത് ഒറെല്ലാനയുടെ ഓർമ്മയേക്കാൾ വേഗത്തിൽ വളരുന്നു. വനിതാ യോദ്ധാക്കൾ യൂറോപ്യൻ ഫാന്റസിയുടെ വസ്തുക്കളായി മാറുന്നു. നാവികർക്കും പണ്ഡിതന്മാർക്കുമിടയിൽ കടന്നുപോകുന്ന കഥകൾ. അതെല്ലാ വാക്കുകൾ കൊണ്ടും അലങ്കരിക്കപ്പെടുന്നു. ഇപ്പോൾ അവർ സ്വർണ്ണക്കുന്തങ്ങൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ അവർ ജാഗ്വാറുകളിൽ സഞ്ചരിക്കുന്നു. അവർ എൽ ഡൊറാഡോയുടെ കവാടങ്ങളിൽ കാവൽ നിൽക്കുന്നു. ഒറെല്ലാനയുടെ ഹ്രസ്വമായ കണ്ടുമുട്ടൽ, അത് യഥാർത്ഥമോ സാങ്കല്പികവുമോ ആകട്ടെ, നാടോടിക കഥകളായി വളരാൻ ഒരു വിത്ത് നടുന്നു. അക്കാലത്തെ ചില ചരിത്രകാരന്മാർ ഒറെല്ലാനയെ ഒരു പര്യവേക്ഷകനായിട്ടല്ല, മറിച്ച് ഒരാകസ്മിക മിത്ത് നിർമ്മാതാവായി പരാമർശിക്കാൻ തുടങ്ങുന്നു. കാരണം ഇതാണ്: അദ്ദേഹം എൽ ഡൊറാഡോയെ കണ്ടെത്തിയില്ല, പക്ഷേ അദ്ദേഹം അതിന് രൂപം നൽകി. നദിക്കരയിലുള്ള വിശാലമായ ജനസംഖ്യയെ അദ്ദേഹം വിവരിച്ചു. വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു. പലതരം ആചാരങ്ങൾ കാടശൂന്യമാണെന്ന യൂറോപ്യൻ അനുസമാനങ്ങൾക്ക് മുന്നിൽ പറന്നുപോയി. അതിന് നാഗരികത ആവശ്യമാണ്. പക്ഷേ അദ്ദേഹം അതിനെ നാഗരികമാക്കിയില്ല. അദ്ദേഹം അതിനെ അതിജീവിച്ചു. ആ വ്യത്യാസം, ജേതാവും സാക്ഷിയും തമ്മിലുള്ള ആ നിശബ്ദ വ്യത്യാസം, ആ സമയത്ത് ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും അതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. എന്നാൽ ചരിത്രം നിശ്ചലമല്ല. 20-21 നൂറ്റാണ്ടുകളിൽ പണ്ഡിതന്മാരുടെയും പുരാവസ്തു ഗവേഷകരുടെയും ശാസ്ത്രജ്ഞരുടെയും ഒരു പുതിയ തലമുറ വീണ്ടും അതെല്ലാം നോക്കാൻ തുടങ്ങുന്നു. ഒറെല്ലാനയ്ക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത സാങ്കേതിക വിദ്യ, ഉപഗ്രഹ ഇമേജറി, റിമോട്ട് സെൻസിംഗ് റഡാർ, ലേസർ മാപ്പിംഗ് ഉപയോഗിച്ച് അവർ മുകളിൽ നിന്ന് ആമസോണിൻ്റെ കട്ടിയുള്ള മേലാപ്പ് സ്കാൻ ചെയ്യാൻ തുടങ്ങുന്നു. അവർ കണ്ടെത്തുന്നത് അവരെ അമ്പരപ്പിക്കുന്നു. പാറ്റേണുകൾ, ജാമിതീയ മണ്ണുപണികൾ, കനാലുകൾ, പ്രതിരോധ കിടങ്ങുകൾ, മുന്തിരി വള്ളികൾക്കടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന കൂറ്റൻ നഗരം പോലുള്ള രൂപങ്ങൾ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തെളിവ്. ആമസോൺ വെറുമൊരു വനമായിരുന്നില്ല. അതൊരു കാലത്ത് പരസ്പര ബന്ധിതവും സങ്കീർണവുമായ നാഗരികതകളുടെ ഒരു ശൃംഖലയായിരുന്നു.
അങ്ങനെയൊന്ന് റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ യൂറോപ്യൻ ആരാണ്? ഫ്രാൻസിസ്കോ ഡി ഒരെല്ലാന. നൂറ്റാണ്ടുകളായി അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ തള്ളിക്കളയപ്പെട്ടു. 20 ലീഗുകൾക്കുള്ളിൽ ഓരോ അർദ്ധലീഗും എന്ന അദ്ദേഹത്തിൻ്റെ പരാമർശം ഒരു അതിശയോക്തി എന്നാണ് വിളിക്കപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ ആമസോണിലെ ചില പ്രദേശങ്ങൾ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാൻ സാധ്യതയുണ്ട്. യൂറോപ്യൻ രോഗങ്ങളിലും കോളനിവൽക്കരണവും അവയെ നശിപ്പിക്കുന്നതിനു മുമ്പ് തന്നെ. ഒറെല്ലാനയുടെ വിവരണങ്ങൾ ആശയക്കുഴപ്പം അല്ലെങ്കിൽ സാംസ്കാരിക പക്ഷപാതം മൂലമാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. മറ്റു ചിലർ ഇപ്പോൾ വാദിക്കുന്നത് അദ്ദേഹം സത്യം തനിക്ക് കഴിയുന്ന അത്ര നന്നായി പറയുകയായിരുന്നു എന്നാണ്. താൻ കണ്ടത് വിശദീകരിക്കാൻ ഉപകരണങ്ങളില്ലാതെ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു എന്നാണ്. അതാണ് വിരോധാഭാസം, അല്ലേ? ആശ്ചര്യകരമെന്ന് പറയട്ടെ, ആ മനുഷ്യൻ വളരെ കൃത്യതയുള്ളവനായിരിക്കാം. ആമസോൺ നദിയുടെ കാര്യമോ? നിങ്ങൾ എങ്ങനെ അളക്കുന്നു എന്നതിനനുസരിച്ച് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയതോ രണ്ടാമത്തെ നീളം കൂടിയതോ ആയ നദിയായി ഇത് തുടരുന്നു. അത് 9 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ഭൂമിയുടെ ജൈവ വൈവിധ്യത്തിൻ്റെ ഏകദേശം 10% സംരക്ഷിക്കുന്നു. കൂടാതെ ഭൂമിയിലെ മറ്റേതൊരു നദീതടത്തേക്കാളും കൂടുതൽ ശുദ്ധജലം സമുദ്രത്തിൽ തുറന്നുവിടുന്നു. വളരെ ലളിതമായി പറഞ്ഞാൽ ഇത് ഒരു ലോകത്തിനുള്ളിലെ ഒരു ലോകമാണ്. ഒരെല്ലാന അതിൻ്റെ ആദ്യത്തെ യൂറോപ്യൻ ആഖ്യാതാവായിരുന്നു. അദ്ദേഹം അതിന് ഒരു പേര് നൽകി. അത് ഉറച്ചു നിൽക്കുന്നു. സാമ്രാജ്യങ്ങളെ മാറ്റിമറിച്ച ഒരു ഭൂപടം. പലപ്പോഴും മറന്നുപോയെങ്കിലും യൂറോപ്യൻ ഭാവനയിൽ നദിയെ ജീവനോടെ നിലനിർത്തിയ ഒരു കഥ. നമ്മെ ഓർമ്മിപ്പിക്കാൻ മാത്രം മതി. ഈ സ്ഥലം നിങ്ങളെക്കാൾ പഴയതാണ്, നിങ്ങളെക്കാൾ ശക്തമാണ്, നിങ്ങളുടെ അനുവാദത്തിനായി കാത്തിരിക്കുന്നില്ല. ഇന്ന് ആമസോണിൻ്റെ എവിടെയോ ആഴത്തിൽ തദ്ദേശവാസികൾ ഇപ്പോഴും കടന്നുപോയ ആദ്യത്തെ വെള്ളക്കാരായ മനുഷ്യരെക്കുറിച്ചുള്ള കഥകൾ പറയുന്നു. ചില ഗോത്രങ്ങൾ പ്രേതങ്ങളെപ്പോലെ നദിയിലൂടെ ഒഴുകിപ്പോയ രോഗികളും നിരാശരുമായ വിചിത്ര സന്ദർശകരുടെ വാമുടി ചരിത്രങ്ങൾ സൂക്ഷിക്കുന്നു. ഈ കഥകൾ ഒരെല്ലാനയെയാണോ അതോ മറ്റൊരു പര്യവേക്ഷകനെയാണോ പരാമർശിക്കുന്നത് എന്ന് വ്യക്തമല്ലെങ്കിലും പ്രതിധ്വനികൾ അവശേഷിക്കുന്നു. ചില വിദൂര ഗോത്രങ്ങൾ അവകാശപ്പെടുന്നത് സൂര്യനെ നൃത്തം ചെയ്യുന്ന കവചത്തിൽ പൊതിഞ്ഞ മരത്തടിയിൽ പൊങ്ങിക്കിടക്കുന്ന താടിയുള്ള മനുഷ്യനുമായി അവരുടെ പൂർവികർ ഒരിക്കൽ യുദ്ധം ചെയ്തിരുന്നു എന്നാണ്. അവർക്കവൻ്റെ പേരോർമ്മയില്ല, പക്ഷെ അവർ അവൻ്റെ സാന്നിധ്യം ഓർക്കുന്നു. വാസ്തവത്തിൽ ഒരെല്ലാന അവശേഷിപ്പിച്ച പാരമ്പര്യം അതാണ്. പ്രതിമകളോ സ്വർണമോ അല്ല, മറിച്ച് ഓർമ്മ. പകുതി സത്യത്തിൽ വേരൂന്നിയ, പകുതി പുരാണത്തിൽ മുങ്ങിയ. കൊട്ടാര ചുവരുകളിൽ കൊത്തിവയ്ക്കപ്പെടുന്ന തരത്തിലുള്ള പ്രശസ്തിയല്ല, മറിച്ച് കാട്ടിലെ മൂടൽമഞ്ഞിൽ പുലർച്ചെ ഒരു കുരങ്ങിൻ്റെ വിളിയിൽ, അമ്പ് പറക്കുന്നതിനു മുൻപുള്ള പെട്ടെന്നുള്ള നിശബ്ദതയിൽ നിലനിൽക്കുന്ന തരം. വെള്ളത്തിലെഴുതിയ ഒരു പാരമ്പര്യം. ഇതിഹാസങ്ങൾക്ക് നീണ്ട നിഴലുകളുണ്ട്. ഒറേലിയാനയുടെ യാത്രയുടെ നിഴൽ അവൻ കൈവശം വച്ചുകൊണ്ടിരിക്കാൻ കഴിയാത്ത രൂപങ്ങളിൽ വളർന്നു തിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിവരണം യൂറോപ്പിലുടനീളം ഫിൽട്ടർ ചെയ്ത് വിവർത്തനം ചെയ്ത് വീണ്ടും പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു അതിജീവന കഥയായി തുടർന്നില്ല. അത് വലുതായി മാറി. തിളങ്ങുന്ന എന്തോ ഒന്ന്. എൽ ഡൊറാഡോ. സ്പാനിഷ് പോർച്ചുഗീസ് ഭാവനകളിലൂടെ ഇതിനകം മിന്നിമറിഞ്ഞിരുന്ന ആ മിത്തിന് ഇപ്പോൾ ഒരു പശ്ചാത്തലം ലഭിച്ചു. തെക്കേ അമേരിക്കയിലെ കാടുകൾ, അഭേദ്യമായ പച്ചപ്പ്, അനന്തമായ നദികൾ, നിഗൂഢതയിൽ പൊതിഞ്ഞ ആളുകൾ. എൽ ഡൊറാഡോയ്ക്ക് ഒരു വേദി നൽകിയത് അർത്ഥശൂന്യമായി ഒറേലിയാനയായിരുന്നു. ആ വിത്ത് നട്ടുപിടിപ്പിച്ചപ്പോൾ അത് വന്യമായി വളർന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം പനി പിടിച്ച കണ്ണുകളും വിറയ്ക്കുന്ന ഭൂപടങ്ങളുമായി പര്യവേക്ഷണങ്ങൾ ആരംഭിച്ചു. ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഗവർണർ അല്ലെങ്കിൽ റോയൽ കമ്മീഷണർ തുടങ്ങിയ സ്ഥാനപ്പേരുകളുള്ള മനുഷ്യന്മാർ പീരങ്കികളും കുരിശുകളും കപ്പലുകളിൽ കയറ്റി പടിഞ്ഞാറോട്ട് പോയി. സ്വർഗത്തിലെ മഹത്വത്തിനായിട്ടല്ല, മറിച്ച് മരങ്ങൾക്കടിയിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വർണ്ണ നഗരങ്ങളിലേക്ക്. ആരും അത് കണ്ടെത്തിയില്ല. എന്നാൽ അവർ എന്തായാലും മുന്നോട്ട് പോയി. ഓരോ തവണയും അവർ ഒറേലിയാനയെ പരാമർശിച്ചു. അദ്ദേഹത്തിൻ്റെ കാഴ്ചകൾ, അദ്ദേഹത്തിൻ്റെ രചനകൾ, വലിയ ജനസംഖ്യയെയും സംഘടിത സമൂഹങ്ങളെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കരുതപ്പെട്ട ദൃശ്യങ്ങൾ. സ്ത്രീയോദ്ധാക്കളെപ്പോലും കഥയിൽ ഉൾപ്പെടുത്തി. ചിലർ തങ്ങൾ സുവർണ നഗരത്തിൻ്റെ സംരക്ഷകരാണെന്നും പറഞ്ഞറിയിക്കാനാവാത്ത നിധികളുടെ സംരക്ഷകരാണെന്നും അവകാശപ്പെട്ടു. അത് സ്പെയിൻ മാത്രമായിരുന്നില്ല. പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും എല്ലാവരും ആമസോണിലേക്ക് കക്ഷികളെ അയച്ചു. മിക്കവരും വെറുങ്കൈയോടെയാണ് മടങ്ങിയത്. ചിലർ ഒട്ടും മടങ്ങിയില്ല. എല്ലാ സാഹചര്യങ്ങളിലും കാട് സ്വയം തുടർന്നു.
വിശാലമായ, നിർഭയമായ, അവരുടെ പതാകകളിലോ കിരീടങ്ങളിലോ പൂർണ്ണമായും താൽപ്പര്യമില്ലാത്ത. ഒരല്ലാന അറിഞ്ഞുകൊണ്ട് തലയാട്ടുമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പര്യവേഷണത്തിലെ എല്ലാ മരണങ്ങളും കുഴപ്പങ്ങളും ഉണ്ടായിരുന്നിട്ടും തൻ്റെ സമപ്രായക്കാരിൽ ചിലർക്ക് പോലും മനസ്സിലാകാത്ത ഒന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാട് അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്കൊരു പശ്ചാത്തലമായിരുന്നില്ല. അത് പ്രധാന കഥാപാത്രമായിരുന്നു. അദ്ദേഹം നായകനായിരുന്നില്ല. അദ്ദേഹം ഒരു അതിഥിയായിരുന്നു. എല്ലായ്പ്പോഴും സ്വാഗതം ചെയ്യുന്ന ഒന്നല്ല. അതേസമയം യൂറോപ്പിൽ തിരിച്ചെത്തിയപ്പോൾ ഭൂപടങ്ങൾ മാറാൻ തുടങ്ങി. ഒരല്ലാനയുടെ ഏറ്റവും നീണ്ടു നിൽക്കുന്ന വിരലടയാളമായിരിക്കാമത്. അദ്ദേഹത്തിൻ്റെ യാത്ര ലോകത്തെ എങ്ങനെ വരച്ചു കാട്ടി എന്നതിൻ്റെ പുനർരൂപകൽപ്പന. പെട്ടെന്ന് തെക്കേ അമേരിക്കയുടെ ഉൾഭാഗം ടെറ ഇൻകോഗ്നിറ്റ എന്ന് ലേബൽ ചെയ്ത ഒരു ശൂന്യമായ ഇടമായിരുന്നില്ല. ഇപ്പോൾ വളവുകളുണ്ടായിരുന്നു, നദികൾ, ജനവാസ കേന്ദ്രങ്ങൾക്കുള്ള ചിഹ്നങ്ങൾ. ഒരു കനാൽ 2 നദികളെ ബന്ധിപ്പിക്കുമെന്ന് ആരെങ്കിലും കരുതിയിരുന്ന ഇടയ്ക്കൂടെയുള്ള കുത്തുകളുള്ള രേഖ. കാർട്ടോഗ്രാഫർമാർ, മഷിപുരണ്ട കൈകളുള്ള ആ മധ്യകാല ഫാന്റസി ചിത്രകാരന്മാർ പരസ്പരം മന്ത്രിക്കാൻ തുടങ്ങി. നിങ്ങൾ ഒരല്ലാന ജേണൽ വായിച്ചോ? അതെ. പിന്നെ? കാട്ടുവസ്തു ഡാന്യൂബിനേക്കാൾ വീതിയുള്ള നദിയാണെന്ന് അദ്ദേഹം പറയുന്നു. അവിടുത്തെ ആളുകൾ ചോളം വളർത്തുകയും റോഡുകൾ നിർമ്മിക്കുകയും ചെയ്യുന്നുവെന്ന് പറയുന്നു. റോഡുകളോ? കല്ലുകൾ? അസാധ്യം. സംശയം യഥാർത്ഥമായിരുന്നു. എന്നാൽ ജിജ്ഞാസയും അങ്ങനെ തന്നെയായിരുന്നു. കൂടുതൽ അലങ്കരിച്ച പേരുകളുള്ള ഭൂപടങ്ങളിൽ ആമസോൺ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ചിലപ്പോൾ റിയോ ഗ്രാൻഡെ, ചിലപ്പോൾ അമേസോണുകൾ, പലപ്പോഴും റിയോ ഡി ഒരല്ലാന. ആമസോൺ എന്ന പേര് പ്രബലമാവുന്നത് പിന്നീടാണ്. എന്നാൽ അതിൻ്റെ മൂലകാരണം സ്ത്രീ യോദ്ധാവിൻ്റെ ഇതിഹാസം, നിഗൂഢത, അപകടത്തിൻ്റെ പ്രശസ്തി എല്ലാം ആരംഭിച്ചത് 1542 ഒരല്ലാനയുടെ ചങ്ങാത്തിനരികിൽ ഒഴുകി നടന്ന ആ നിശബ്ദ കപ്പൽക്കൂട്ടത്തിൽ നിന്നാണ്. നിരീക്ഷണത്തിൽ നിന്ന് ജനിച്ച ഒരു ഇതിഹാസം. ഇന്നത്തെ ചരിത്രകാരന്മാർ ഇപ്പോഴും വിശദാംശങ്ങൾ വാദിക്കുന്നു. കിരീടത്തെ ആകർഷിക്കാൻ ഒരല്ലാന അതിശയോക്തി കാണിച്ചോ? ആചാരങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചോ? ഗോത്രനാമങ്ങൾ തെറ്റായി കേട്ടോ? ഭ്രമാണക നിമിഷങ്ങളിൽ അദ്ദേഹം ലോഗ് ബുക്കിൽ സ്വപ്നങ്ങൾ എഴുതിയോ? എന്നാൽ അതിൻ്റെ സത്യമെന്തെന്നാൽ അദ്ദേഹം കുറിപ്പുകൾ സൂക്ഷിച്ചു. അതിജീവിക്കാൻ മാത്രമല്ല, രേഖപ്പെടുത്താനും അദ്ദേഹം എല്ലാം പണയപ്പെടുത്തി. യാത്ര ശുദ്ധമോ മഹത്വമാണെന്ന് അദ്ദേഹം ഒരിക്കലും നടിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകൾ ഭയത്തിൻ്റെയും സംശയത്തിൻ്റെയും പരാജയത്തിൻ്റെയും നിമിഷങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഒരു എൻട്രി ഇങ്ങനെയാണ്: ഈ നദി നരകത്തിലേക്ക് ഒഴുകുകയാണെങ്കിൽ നമ്മളും പോകണം. കൃത്യമായ മാർക്കറ്റിംഗ് മെറ്റീരിയലല്ല. എന്നിട്ടും എല്ലാ സംശയിക്കുന്നവർക്കും വിശ്വാസികളുണ്ട്. ഇന്നും ചില നരവംശാസ്ത്രജ്ഞർ കൊളംബസിന് മുമ്പുള്ള വാസസ്ഥലങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരല്ലാനയുടെ വിവരണം പരാമർശിക്കുന്നു. അദ്ദേഹം കണ്ടുമുട്ടിയ ഗോത്രങ്ങളുടെ എണ്ണം സൂചിപ്പിക്കുന്നത് ആമസോൺ ഒരു കാലത്ത് വലിയതും സങ്കീർണവുമായ മനുഷ്യ ജനസംഖ്യയെ പിന്തുണച്ചിരുന്നു എന്നാണ്. ഭൂമിയുമായി ഇണങ്ങി ജീവിച്ചിരുന്ന ആളുകൾ, ഭൂമിയെ വകവയ്ക്കാതെ. ഇത് നമ്മെ ഒരാധുനിക വിരോധാഭാസത്തിലേക്ക് നയിക്കുന്നു. നൂറ്റാണ്ടുകളായി പാശ്ചാത്യ ആഖ്യാനങ്ങൾ ആമസോണിനെ തൊട്ടുകൂടാത്തതും വന്യമായ കന്യകയായിട്ടാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ അത് വളരെ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു ഭൂപ്രകൃതിയായിരുന്നുവെന്നതിന് തെളിവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരല്ലാന കണ്ടുമുട്ടിയ ആളുകൾ നാടോടികളായിരുന്നില്ല. അവർ എഞ്ചിനീയർമാരായിരുന്നു, കർഷകരായിരുന്നു, നിർമ്മാതാക്കളായിരുന്നു. അവൻ അവരുടെ ഡൊമെയിനിലൂടെ ഒഴുകി നടന്നപ്പോൾ അവർ അവനെ നോക്കി. പക്ഷെ ചിരിച്ചിരിക്കാം. കാരണം അവനൊരു പുതിയ ലോകം കണ്ടെത്തുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ട് തൻ്റെ തുകൽബന്ധിത ജേണലിൽ കുറിപ്പുകൾ എഴുതുമ്പോൾ അവൻ കാണുന്ന എല്ലാത്തിനും അവർക്ക് പേരുകളുണ്ടായിരുന്നു. അവൻ അവ അറിഞ്ഞിരുന്നില്ല. എന്നിട്ടും ആ തരത്തിലുള്ള തെറ്റിദ്ധാരണയിൽ ഒരു വിചിത്രമായ സൗന്ദര്യമുണ്ട്. കാരണം ചിലപ്പോൾ അറിയാത്തതാണ് ഒരു കഥയെ സജീവമായി നിലനിർത്തുന്നത്. വസ്തുതയ്ക്കും കെട്ടുകഥയ്ക്കുമിടയിലുള്ള തികഞ്ഞ പിരിമുറുക്കത്തിലാണ് ഒരല്ലാനയുടെ കഥയിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അത് നിലനിൽക്കുന്നത്. നമുക്കെല്ലാ വിശദാംശങ്ങളിലും ഉറപ്പുള്ളതുകൊണ്ടല്ല, പക്ഷേ നമ്മളങ്ങനെ അല്ലാത്തതുകൊണ്ടാണ്.
നൂറ്റാണ്ടുകൾ കടന്നുപോകുന്നു. കാടിന് വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ ചുറ്റുമുള്ളതെല്ലാം മാറുന്നു. രാഷ്ട്രങ്ങൾ ഉയർന്നു വരുന്നു, വീഴുന്നു. സാമ്രാജ്യങ്ങൾ അതിർത്തികൾ പുനർനിർമ്മിക്കുന്നു. പുതിയ സാങ്കേതിക വിദ്യകൾ ജനിക്കുന്നു. ഉപഗ്രഹങ്ങൾ മുകളിലൂടെ നിശബ്ദമായി മിന്നിമറയുന്നു. എന്നിട്ടും ഫ്രാൻസിസ്കോ ഡി ഒരെല്ലാന ആദ്യമായി അതിൻ്റെ മടക്കുകളിലേക്ക് ഒഴുകിയെത്തിയ ദിവസത്തെപ്പോലെ ആമസോൺ നദി ഒഴുകുന്നു. എന്നാൽ ഇപ്പോൾ അതിനൊപ്പം മറ്റെന്തോ ഒഴുകുന്നു. പൈതൃകം. കല്ലിൽ കൊത്തിയെടുത്തിട്ടില്ല, സ്വർണത്തിൽ കൊത്തിയെടുത്തിട്ടില്ല. പക്ഷേ ഒഴുക്കിലെ ചെളി പോലെ ഒഴുകുന്നു. പ്രതീക്ഷിക്കാത്തപ്പോൾ വീണ്ടും ഉയർന്നു വരുന്ന തരം. ആധുനിക ക്ലാസ് മുറികളിൽ ഒരെല്ലാനയുടെ പേരിൻ്റെ ഒരു ഖണ്ഡിക പോലും വരുന്നില്ല. അവ മറ്റുച്ചത്തിലുള്ള വ്യക്തികളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ആസ്റ്റക് കീഴടക്കലുമായി കോർട്ടസും ഇങ്ക സാമ്രാജ്യം പിടിച്ചടക്കിയ പിസാറോയും പതാകകൾ നട്ടുപിടിപ്പിച്ചവരും സാമ്രാജ്യങ്ങൾ കൊയ്തവരുമായിരുന്നു ഇവർ. ഒരെല്ലാനയോ? അദ്ദേഹം സഞ്ചരിച്ചു, അദ്ദേഹം നിരീക്ഷിച്ചു. ചരിത്രം ഒരിക്കൽ പറഞ്ഞതുപോലെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമായിരുന്നില്ല. എന്നാൽ അക്കാഡമിക് സർക്കിളുകളിൽ ഒരു ശാന്തമായ പുനരുജ്ജീവനം ആരംഭിക്കുന്നു. ഗവേഷകർ അദ്ദേഹത്തിൻ്റെ ഡയറിക്കുറിപ്പുകൾ വീണ്ടും പരിശോധിക്കാൻ തുടങ്ങുന്നു. സ്വർണത്തിനല്ല, മറിച്ച് സൂചനകൾക്കായാണ്. കൊളോണിയൽ കാലഘട്ടത്തിനു മുമ്പുള്ള ആമസോണിലേക്കുള്ള സൂചനകൾ. ആധുനിക ഗോത്രസ്ഥലങ്ങളെ ക്രോസ് റെഫറൻസ് ചെയ്യാൻ നരവംശശാസ്ത്രജ്ഞർ അദ്ദേഹത്തിൻ്റെ രചനകൾ ഉപയോഗിക്കുന്നു. പ്രാദേശിക വിളകളെക്കുറിച്ചും മണ്ണിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ സസ്യശാസ്ത്രജ്ഞർ പഠിക്കുന്നു. ഭാഷാശാസ്ത്രജ്ഞർ അദ്ദേഹത്തിൻ്റെ തദ്ദേശീയ ഭാഷയുടെ ശകലങ്ങൾ പരിശോധിക്കുന്നു. പണ്ഡിതന്മാർ മാത്രമല്ല ഇത് ചെയ്യുന്നത്. എഴുത്തുകാർ, ചലച്ചിത്ര നിർമ്മാതാക്കൾ, നോവലിസ്റ്റുകൾ, വീഡിയോ ഗെയിം ഡിസൈനർമാർ വരെ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ നിന്ന് പിന്മാറാൻ തുടങ്ങുന്നു. ആമസോണിൻ്റെ മിത്ത്, അപകടം, അത്ഭുതം, അജ്ഞാതം. ഒരു കഥാകാരൻ ആവശ്യമാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരെല്ലാന വീണ്ടും ആ കഥാകാരനായി മാറുന്നു. ഒരുതരം മനസ്സില്ലാ മനസ്സുള്ള കാഴ്ച. കാരണം അദ്ദേഹത്തിൻ്റെ പതിപ്പ് തികഞ്ഞതാണോ അല്ലയോ, അദ്ദേഹം അവിടെയുണ്ടായിരുന്നു. അദ്ദേഹം അത് കണ്ടു. കാടുകൾ ബുൾഡോസർ ചെയ്യപ്പെടുകയും നദികൾ അണക്കെട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഈ കാലത്ത്, GPS കാട്ടുമൃഗങ്ങളെ വളർത്താൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഒരു മനുഷ്യൻ നിങ്ങളുടെ അഹങ്കാരത്തെക്കുറിച്ച് ശ്രദ്ധിക്കാത്ത ഒരു ലോകത്തെ കണ്ടുമുട്ടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളെ മുഴുവനായി വിഴുങ്ങുകയും തുപ്പുകയും ചെയ്യുന്ന ഒരു ലോകം മാറി. അദ്ദേഹം അതിശയോക്തിപരമായി വിവരിച്ച സ്ഥലങ്ങൾ പോലും സത്യം നിലനിർത്തുന്നതായി തെളിഞ്ഞു. വളരെ കാലമായി അതിശയോക്തിയായി തള്ളിക്കളഞ്ഞു, അല്ലേ? 2000കളിലെ ഗവേഷകർ ലിഡാർ സ്കാനിംഗ് ഉപയോഗിച്ച് മരങ്ങൾക്കടിയിൽ മറഞ്ഞിരിക്കുന്ന നൂറുകണക്കിന് ജാമിതീയ മണ്ണുപണികൾ വെളിപ്പെടുത്തുന്നതുവരെ ഗ്രിഡുകളും ലേഔട്ടുകളും സ്വാഭാവികമായി കാണാനാവാത്ത വിധം ക്രമീകൃതമായിരുന്നു. കൃത്യമായി അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത്. ചരിത്രകാരന്മാർ ഇപ്പോൾ ഒരു വിചിത്രമായ സ്ഥാനത്താണ്. അതെ, 1542 കാട്ടിൽ അലഞ്ഞു നടന്ന ആൾ പകുതി പട്ടിണി കിടന്നു, മുറിവേറ്റു, മറ്റു ഭ്രമാണതകൾ അനുഭവിച്ചു. അടിസ്ഥാനപരമായി ശരിയായിരുന്നു എന്നവർ സമ്മതിക്കണം. നിങ്ങളുടെ ഗൂഢാലോചനാ സിദ്ധാന്തികാരനായ അമ്മാവൻ ഒരു കോൾഡ് കേസ് പൊളിച്ചെഴുതിയതായി കണ്ടെത്തുന്നത് പോലെയാണിത്. തീർച്ചയായും ഒരെല്ലാന പറഞ്ഞതെല്ലാം കൃത്യതയുള്ളതായിരുന്നില്ല. ആചാരങ്ങളെ അദ്ദേഹം തെറ്റിദ്ധരിച്ചു. സംഭാഷണങ്ങൾ തെറ്റായി വിവർത്തനം ചെയ്തു. അതിജീവന സങ്കേത വിദ്യകളെ മതപരമായ ആചാരങ്ങളായി തെറ്റിദ്ധരിച്ചു. 16ാം നൂറ്റാണ്ടിലെ ഒരു സ്പെയിൻകാരൻ്റെ കണ്ണിലൂടെയാണ് അദ്ദേഹം കാര്യങ്ങൾ വിവരിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലത്തെ പക്ഷപാതങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ കഥയുടെ ആകൃതി, രൂപരേഖകൾ ഉയർന്നു നിൽക്കുന്നു. അദ്ദേഹം വെറുതെ ഊഹിക്കുകയായിരുന്നില്ല, അദ്ദേഹം റെക്കോർഡ് ചെയ്യുകയായിരുന്നു. അദ്ദേഹം റെക്കോർഡ് ചെയ്ത ആമസോണും അത് മനുഷ്യൻ സ്പർശിക്കാത്ത ഒരു കന്യക വനമായിരുന്നില്ല. നൂറ്റാണ്ടുകളായി തദ്ദേശീയ കൈകളാൽ രൂപപ്പെടുത്തിയ ഒരു സഹകരണ മാസ്റ്റർപീസ് ആയിരുന്നു അത്. ഒരു കാടുപോലെ ഒരു പൂന്തോട്ടം. മത്സ്യങ്ങളെ വയർകൊണ്ട് കൂട്ടിയിട്ടിരുന്ന, മണ്ണ് ജൈവചാർ കൊണ്ട് സമ്പുഷ്ടമാക്കിയ, കൃഷി തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു നിശബ്ദ കലയായിരുന്നു. അതൊന്നും കീഴടക്കൽ വിവരണങ്ങളിൽ ഇടം നേടിയില്ല. പക്ഷേ അത് ഒരെല്ലാനയുടേതായി മാറി.
ഇപ്പോൾ നമ്മൾ ഒടുവിൽ അത് കേൾക്കുന്നു. ചില അക്കാഡമിക് വൃത്തങ്ങളിൽ ഒറെല്യാനയുടെ പര്യവേക്ഷണത്തെ പുനർവർഗീകരിക്കാനുള്ള ഒരു നിശബ്ദ നീക്കമുണ്ട്. ഒരു സൈനിക കീഴടക്കലോ പര്യവേക്ഷണമോ ആയിട്ടല്ല, മറിച്ച് വലിയ മൂല്യമുള്ള ഒരു ക്രോസ് കൾച്ചറൽ ഏറ്റുമുട്ടലായി. കണ്ടുമുട്ടിയ എല്ലാവരെയും ഉടനടി ആധിപത്യം സ്ഥാപിക്കാനോ അടിമകളാക്കാനോ ശ്രമിക്കാത്ത ചുരുക്കം ചില ആദ്യകാല യൂറോപ്യൻ വിവരണങ്ങളിൽ ഒന്ന്. തീർച്ചയായും ഒറെല്യാന ഒരു ജേതാവായിരുന്നു. മറ്റുള്ളവർ പേനകൾ താഴെയിടുമ്പോൾ എഴുതിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം. നദിയെ നോക്കി അതിനെ ശൂന്യം എന്ന് വിളിക്കുന്നതിന് പകരം അതിനെ അനന്തം എന്ന് വിളിച്ച ഒരു മനുഷ്യൻ. ആ വ്യത്യാസം പ്രധാനമാണ്. കാരണം അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മളിൽ മിക്കവർക്കും ഇനി ഒരിക്കലും കാണാൻ കഴിയാത്ത ഒന്നിൻ്റെ ഒരു നേർക്കാഴ്ച അദ്ദേഹം സൂക്ഷിച്ചു. ആമസോൺ അത് തകരുന്നതിന് മുമ്പ്, റബ്ബർ തോട്ടങ്ങൾക്ക് മുമ്പ്, എണ്ണ പൈപ്പ് ലൈനുകൾക്ക് മുമ്പ്, ഉപഗ്രഹങ്ങൾക്കും അനധികൃത ഖനനത്തിനും അപ്രത്യക്ഷമാവുന്ന ഭാഷകൾക്ക് മുമ്പ് അദ്ദേഹം അത് പൂർണ്ണമായും കണ്ടു. അദ്ദേഹം ബ്രെഡ് ക്രംസ് ഉപേക്ഷിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ആധുനിക പര്യവേക്ഷകർ, ശാസ്ത്രീയമോ ആത്മീയമോ ആയവർ, അവരുടെ നോട്ട്ബുക്കുകളും ക്യാമറകളുമായി കാട്ടിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ അവർ അറിഞ്ഞോ അറിയാതെയോ ഒറെല്യാനയുടെ നിഴലിൽ നടക്കുന്നു. നിഗൂഢതയിലൂടെ എങ്ങനെ സഞ്ചരിക്കാമെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അത് പരിഹരിക്കുന്നതിലൂടെ അല്ല, മറിച്ച് അതിനെ അതിജീവിച്ചുകൊണ്ടാണ്. നൂറാണ്ടുകൾ കടന്നുപോകുന്നു, ബട്ട് നദികൾ മറക്കില്ല. ആമസോൺ താഴ്വരയുടെ അകത്ത് എവിടെയോ മോട്ടോർ ബോട്ടുകളും മൊബൈൽ ടവറുകളും അകലെ ഒരു നദി ഇന്നും ഒഴുകുന്നു. ഒരേലാന ആദ്യമായി അതിൻ്റെ കരികൊണ്ട് വഴിയെ സഞ്ചരിച്ചപ്പോൾ പോലെ തന്നെ മുകളിലൂടെ കാനോപ്പി നേരിയതായൊരു ചലനത്തിൽ ഞരമ്പിക്കുന്നു. വലിയ ഇലകൾ ഇളകുന്നു, കുരങ്ങുകൾ ശാഖകളിൽ നിന്ന് വിളിക്കുന്നു, കീടങ്ങൾ വാദ്യോപകരണത്തിൽ പോലെ തട്ടുന്നു. കാട് ഓർമ്മിക്കുന്നു. കഥ പൂർണ്ണ വൃത്തത്തിൽ വരുന്നു. 2011 ഫീൽഡ് ഗവേഷണത്തിനായി നദിയിലൂടെ മുകളിലേക്ക് തുഴഞ്ഞുപോയ തെക്കേ അമേരിക്കൻ ചരിത്രകാരന്മാരുടെ ഒരു ചെറിയ സംഘം ആധുനിക ബ്രസീലിലെ ഒരു പ്രദേശത്ത് ഒരു പ്രാദേശിക വാമൊഴി പാരമ്പര്യം കണ്ടെത്തി. ഒരു ഗോത്രത്തിലെ മൂപ്പന്മാർ ഒരു പഴയ വെളുത്ത പ്രേതമനുഷ്യനെക്കുറിച്ച് സംസാരിച്ചു. വളരെ കാലം മുമ്പ് ഒരു ഫ്ലോട്ടിംഗ് വീട്ടിൽ വന്ന ഒരാളെക്കുറിച്ച്. അവൻ്റെ കവിളിൽ രോമമുണ്ടായിരുന്നു, കുട്ടികളില്ല, പക്ഷേ നിരവധി ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചു. അവൻ സമുദ്രത്തെക്കുറിച്ച് ചോദിച്ചുവെന്നവർ പറയുന്നു. അവൻ ശ്രദ്ധിച്ചു കേട്ടുവെന്നും പിന്നീട് അദ്ദേഹം കാട്ടിലില്ലാതായെന്നും. അത് ഒറേലാനെ ആയിരിക്കുമോ? ആർക്കും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ആമസോൺ വരുമാന രസീതുകൾ നൽകുന്നില്ല. പക്ഷേ അതൊരു ഓർമ്മയാണെങ്കിൽ അതാവാം ഒറേലാനയ്ക്ക് പറ്റിയ ഏക സ്മാരകം. ഒരു കാതിൽ പറയപ്പെടുന്ന കഥ ശാഖകളിൽ നിന്ന് ശാഖകളിലേക്ക്, ശ്വാസങ്ങളിൽ നിന്ന് ശ്വാസങ്ങളിലേക്ക് കൈമാറപ്പെടുന്ന ഒരു ഓർമ്മ. കാരണം ഒറേലാനയുടെ യഥാർത്ഥ പൈതൃകം പുസ്തകങ്ങളിലോ ഭൂപടങ്ങളിലോ അല്ല, ശ്രദ്ധിക്കുന്ന പ്രവൃത്തിയിലാണ്. മറ്റുള്ളവർ കീഴടക്കാൻ വന്നപ്പോൾ അദ്ദേഹം അവസാനം മനസ്സിലാക്കാൻ വന്നു. എല്ലായ്പ്പോഴും അത് ശരിയായി ലഭിച്ചില്ലെങ്കിലും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജേണൽ എൻട്രികൾ വെറും മൈലേജിൻ്റെയോ അതിജീവനത്തിൻ്റെയോ രേഖകളല്ല, അവ പതുക്കെ അഹങ്കാരം ചൊരിയുന്ന ഒരാളുടെ കുറിപ്പുകളാണ്. താൻ ചെറുതാണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ, താൻ മനുഷ്യനെന്നും വളരെ പ്രായമുള്ള, വളരെ ബുദ്ധിമാനായ, ക്യാപ്റ്റൻ പോലുള്ള സ്ഥാനപ്പേരുകളിൽ വളരെ കുറച്ചു മതിപ്പുള്ള എന്തോ ഒന്നിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതല്ലേ പര്യവേക്ഷണം? ആധിപത്യമല്ല, കണ്ടെത്തലല്ല. കാരണം ആളുകൾ അവിടെ ഇത്രയും നാൾ തിന്ന വാർക്കുകയായിരുന്നു. പക്ഷേ നോക്കൂ, നമ്മൾ ഉച്ചത്തിലുള്ളവരെ ഓർക്കുന്നു. ജേതാക്കൾ, കൊള്ളക്കാർ, സ്വർണ്ണ ഇലകളിൽ സ്ഥലങ്ങൾക്ക് പേരിട്ട മനുഷ്യർ. എന്നാൽ ഇടയ്ക്കിടെ ചരിത്രം നമുക്കൊരു ശാന്തമായ ശബ്ദം കേൾക്കാൻ അനുവദിക്കുന്നു. ഒരു ശബ്ദം ഇങ്ങനെ പറയുന്നു: ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടു, എനിക്ക് മനസ്സിലായി. പിന്നെ ഈ സ്ഥലമോ, അതെന്നെ മാറ്റിമറിച്ചു. ഫ്രാൻസിസ്കോ ഡി ഒറെല്ലാന ആമസോണിൽ ആദ്യമായി പ്രവേശിച്ചയാളോ അവസാനത്തെ ആളോ ആയിരുന്നില്ല. പക്ഷേ അത് എഴുതി രേഖപ്പെടുത്തിയതും അതിൽ നിന്ന് ജീവനോടെ തിരിച്ചു വന്നതും അവനായിരുന്നു. യൂറോപ്പിനെ അതിൻ്റെ വൃത്തിയുള്ള പെട്ടികളെയും മാന്യമായ നുണകളെയും വെല്ലുവിളിക്കുന്ന ഒരു ലോകം അദ്ദേഹം കാണിച്ചു കൊടുത്തു. അങ്ങനെ ചെയ്യുന്നതിലൂടെ അദ്ദേഹം നമുക്ക് വിലയേറിയ ഒന്ന് നൽകി. ഉത്തരങ്ങളല്ല, പക്ഷേ ചോദ്യങ്ങൾ. മറന്നുപോയ ഏതെങ്കിലും പോഷണി നദിയുടെ ആഴങ്ങളിൽ ഇപ്പോഴും ആ സ്ത്രീ യോദ്ധാക്കളുണ്ടോ? നമുക്കവയുടെ രൂപരേഖ കണ്ടെത്താൻ കഴിയുന്നതിന് മുമ്പ് അപ്രത്യക്ഷമായ നഗരങ്ങളെ അവൻ ശരിക്കും കണ്ടോ? നദി അവനോട് കരുണ കാണിച്ചോ? അതോ
അനിവാര്യമായത് വൈകിപ്പിച്ചോ? നമുക്കൊരിക്കലും അറിയാൻ കഴിയില്ല. അതാണതിൻ്റെ ഭംഗി. കാരണം ഒറല്ലാനയുടെ യാത്ര ഒടുവിൽ കടലിലെത്തുക മാത്രമല്ല, ലോകം പെരുമാറാൻ വിസമ്മതിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചാണ്. ഒറേലാനയുടെ യാത്ര ഒടുവിൽ കടലിലെത്താൻ വേണ്ടിയുള്ള യാത്ര മാത്രമല്ല. അവൻ എന്താണ് കാണുന്നത്? ലോകം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം നീങ്ങാൻ തയ്യാറാകാതപ്പോഴുള്ള ഒരു മനുഷ്യൻ നേരിടുന്ന മൗനം. അവൻ പൊന്നു തേടിപ്പോകുന്നു, എന്നാൽ സമാധാനം മാത്രമേ കണ്ടെത്തുന്നുള്ളൂ. അവൻ്റെ വാൾ തുരുമ്പിച്ചിരിക്കുന്നു, ഭൂപടങ്ങൾ കള്ളം പറയുന്നു. ഒടുവിൽ ബാക്കിയുള്ളത് കൗതുകം മാത്രം. അതാണ് ഈ യാത്രയെ മറക്കാനാകാത്തതാക്കുന്നത്. കയറിയ ദൂരമല്ല, സൃഷ്ടിച്ച പുരാണങ്ങൾ പോലുമല്ല. പക്ഷേ ഈ നാളുകളെയും പകർച്ചകളെയും പിന്നിലും നദി ഇനിയും അവൻ്റെ പേര് പറയുന്നു. അപ്പോൾ അവസാനത്തെ മിന്നാമിനുങ്ങുകൾ നിങ്ങളുടെ കൺപോളകൾക്കു പിന്നിൽ മൃദുവായി മിന്നിമറയുകയും ഫാനിൻ്റെ നിശബ്ദമായ മൂളൽ പുറത്ത് രാത്രിയുമായി ഇഴുകിച്ചേരുകയും ചെയ്യുമ്പോൾ നമ്മുടെ നദി വിശ്രമിക്കട്ടെ. ഒറല്ലാനയെ അവിടെ വിടാം. ആമസോണിലെ ഏതോ വളവിൽ നഗ്നപാതനായി നിൽക്കുന്നു. അയാൾക്കു മുകളിൽ ലൈലാക്ക് നിറമാകുന്ന ആകാശം. അയാളുടെ കണങ്കാലിൽ മൃദുവായി ചുരുണ്ടുകിടക്കുന്ന വെള്ളം. ഇപ്പോൾ അപകടം ഇല്ലാതായി. വിശപ്പും. അവശേഷിക്കുന്നത് നിശബ്ദതയാണ്. ആത്മാവിനെ താഴ്ത്തുകയും ഹൃദയത്തെ മൃദുവാക്കുകയും ചെയ്യുന്ന ആഴത്തിലുള്ള കാടിൻ്റെ നിശബ്ദത. ഓരോ പേരും ഓരോ ഗോത്രവും ഓരോ മൈലും നിങ്ങൾ ഓർമ്മിക്കേണ്ടതില്ല. ഒരു മനുഷ്യൻ അതിന് അറിയാതെയുള്ളിലേക്ക് ഒഴുകുന്നു. മഹത്വത്തിനായല്ല, പക്ഷേ പാത ഇനിയും മുന്നോട്ടു പോകുന്നു. കാരണം ചിലപ്പോൾ പുറത്തിറങ്ങാനുള്ള ഏക വഴി നേരെ മുന്നോട്ടാണ്. ഇനി കാട് അസ്തമിക്കട്ടെ. നദി വീണ്ടും അതിൻ്റെ പ്രാചീന പാതയിലേക്ക് തിരിച്ചൊഴുകട്ടെ. മെറ്റൽ ബോട്ടുകളും തനച്ചുചായം നിറച്ച ഭൂപടങ്ങളും ഇല്ലാതെ. ശബ്ദങ്ങൾ അകലെ കളയട്ടെ. കുരങ്ങുകൾ, പക്ഷികൾ, കനിവിൽ സഞ്ചരിക്കുന്ന സൈനികർ. അവർ സുരക്ഷിതരാണ്. ഓർമ്മയിലായി അവർ എന്നും ജീവിച്ചിരുന്ന സ്ഥലത്ത്. നിങ്ങളും അതുപോലെ തന്നെ സുരക്ഷിതമാണ്. ശ്വാസമെടുക്കുക. അകത്തേക്ക്, പുറത്തേക്ക്. പുതപ്പുകളുടെ ഭാരം അനുഭവിക്കുക. തലയിണങ്ങളുടെ മൃദുത്വം. നിങ്ങളുടെ ഹൃദയമിടിപ്പ് ശാന്തമാകട്ടെ. വെള്ളത്തിൽ നിശബ്ദമായി മുങ്ങുന്ന ഒരു തുഴയുടെ താളവുമായി പൊരുത്തപ്പെടട്ടെ. വളരെ അകലെ. നാളെ ലോകം തിരിച്ചുവരും. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ ഒഴുകിപ്പോകുന്നു. നിങ്ങൾ പൊങ്ങിക്കിടക്കുന്നു. നിങ്ങൾ വിശ്രമിക്കുന്നു.